നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള മലയാളി ഇന്ന് തിരുവോണം ആഘോഷിക്കുന്ന ദിവസമാണ്. വർണ്ണാഭമായ തിരുവോണം എന്നൊക്കെ പറയുന്നത് പോയി. ഇപ്പോൾ വയനാട് ദുരന്തം കാരണം തിരുവനന്തപുരത്തെ ഘോഷയാത്ര ഒന്നുമില്ല. എങ്കിൽ പോലും ഇന്നലെ ഞാനും സിന്ധുവും മാത്രമല്ലേ ഇപ്പോൾ വീട്ടിലുള്ളൂ. അപ്പോൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോയി. പച്ചക്കറി കടയിൽ ചെന്നും എല്ലാം ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചു. സിവിൽ സപ്ലൈസിൻ്റെ ഓണച്ചന്തയിൽ പോയാണ് വാങ്ങിയത്. സത്യം പറയാൻ എനിക്ക് നാണക്കേട് തോന്നി. കാരണം എല്ലാം കൂടി വാങ്ങിച്ചപ്പോൾ 125 രൂപയേ ഉള്ളൂ. സബ്സിഡിയൊക്കെ ഉള്ളതുകൊണ്ട് ഏറെക്കുറെ എല്ലാ പച്ചക്കറിക്കും വില കുറവാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറയുമായിരുന്നു, കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൻ്റെ എതിർവശത്ത് 10-14 പേരുള്ള ഒരു വീടാണ്. 8-9 മക്കളും 2 അച്ഛന്മാരും അമ്മയും എല്ലാം കൂടെ 10-14 പേരുണ്ട്. അപ്പോൾ അവിടുത്തെ 2 പേര്, ആ 2 പേരും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ സ്റ്റാഫായിരുന്നു. ലാബിൽ ശിവണ്ണാന്ന് ഞാൻ വിളിക്കുന്ന ശിവൻകുട്ടിയും എന്നെക്കാളും പ്രായത്തിൽ ചെറുപ്പമായ ഗോപനും. ഇവർ തലച്ചുമടായിട്ട് വലിയ കടവങ്ങളിൽ വലിയ വെള്ളരിക്കി പടവലങ്ങിയൊക്കെ ചുമന്നുകൊണ്ട് വരുന്ന നമ്മൾ വീട്ടിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. കുറേ കഴിയുമ്പോൾ അമ്മ പോയിട്ട് ഒരു LG കായത്തിൻ്റെ സഞ്ചി പോലുള്ള ഒരു സഞ്ചിയിൽ എല്ലാം കൂടെ ചേർത്ത് ഒരു 10, 15, 20 രൂപയ്ക്ക് വാങ്ങിച്ചോട്ട്. അങ്ങനെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് കൊണ്ടാ വലിയ വെള്ളരിക്ക വാങ്ങി, വലിയ പടവലങ്ങ വാങ്ങി എന്നൊക്കെ പറഞ്ഞു. നമുക്കത് ആവശ്യമില്ല. കാരണം ഞങ്ങൾ 4 പേരേ അപ്പോഴേ ഉള്ളൂ. ഞാനും അനിയനും അമ്മയും എൻ്റെ മാമനും 4 പേർക്ക് ഉള്ള പച്ചക്കറിയാണ് അമ്മ വാങ്ങിക്കുന്നത്. ഇന്നലെ ഈ സിവിൽ സപ്ലൈസിൽ പോയി പച്ചക്കറി വാങ്ങിച്ചോട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ പറയായിരുന്നു, നമുക്കിപ്പോൾ ഓണം കൂടെ 125 രൂപ പച്ചക്കറി എന്ന് പറഞ്ഞാൽ 4 ഓണത്തിനും കുശാലായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഓരോരുത്തർ വാങ്ങിക്കൊണ്ട് പോകണ കാണുമ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ കരഞ്ഞ കഥയൊക്കെ പറഞ്ഞു. എന്തായാലും വർണ്ണാഭമായൊരു തിരുവോണ ആശംസകൾ ആദ്യം ഞാൻ നേരുന്നു. ലോകത്തുള്ള നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ്റെ ആരാധകരായ, പ്രേക്ഷകരായ, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ വെറുക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ഓണവർഷം ആശംസിക്കുന്നു. ഓണവർഷം ആശംസിച്ചിട്ട് അടുത്ത് പറയാൻ പോകുന്ന വിഷയം 21 ട്രേഡ് യൂണിയനുകളിൽ ചേർന്നാണല്ലോ ഫെഫ്ക. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടന പോലും ഇല്ല, ടെക്നീഷ്യന്മാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ അമ്മയിൽ നിന്ന് 20ഓളം പേർ. ആരൊക്കെയാണെന്ന് ഞാൻ പഠിച്ചുകൊണ്ട് പറഞ്ഞിട്ട് നോക്കിയിട്ടും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം സിനിമയിലുള്ള ആരും എന്നോട് പറയില്ല. കാരണം എല്ലാവരോടും ഉടക്കായതുകൊണ്ട് ആരും പറയില്ല. അമ്മയിലുള്ള അംഗത്തുള്ള 20 പേർ ബി ഉണ്ണികൃഷ്ണനെ പോയി കണ്ടിട്ട് ഫെഫ്കയിലെ ഒരു ട്രേഡ് യൂണിയനായി ഞങ്ങളെ അമ്മയിലുള്ള ഈ അഭിനേതാക്കളെയും സഹകരിപ്പിക്കണം എന്ന് പറയുകയും അതിനെപ്പറ്റി വിശദമായി പഠിക്കാം, ഞാൻ ജനറൽ കൗൺസിലിൽ സംസാരിക്കട്ടെ എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പറയുന്നത് കേട്ടു. ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനെ കുറിച്ച്, അതിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് ചില ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവരെന്നെ കാണുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യുകയാണെങ്കിൽ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഉടനടി ആ സാധ്യതയില്ല. കാരണം ഞങ്ങൾക്ക് 21 അഫിലിയേറ്റുകളുണ്ട്. ഞങ്ങൾക്ക് ജനറൽ കൗൺസിലുണ്ട്, 63 പേരുണ്ട്. അപ്പോൾ ആ പുതിയൊരു സംഘടനയെ അഫിലിയേറ്റ് ചെയ്യുന്നത് ജനറൽ കൗൺസിലിൻ്റെ തീരുമാനം, എനിക്കൊറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമില്ല. തന്നെയല്ല, പുതിയൊരു സംഘടനയെ സാധാരണഗതിയിൽ ഞങ്ങൾ അഫിലിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലോങ് പ്രോസസ്സുണ്ട്. ഇപ്പോൾ ടെലിവിഷൻ മേഖലയിൽ ഞങ്ങളൊരു സംഘടനയെ ട്രേഡ് യൂണിയൻ ഉണ്ടായി, അത് അഫിലിയേറ്റ് ചെയ്ത് 1.5 വർഷത്തിൽ ചർച്ചകൾക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യത എന്തായിരുന്നു? തീർച്ചയായിട്ടും. കാര്യം അതിനകത്ത് അങ്ങനെ സാധിക്കുള്ളൂ. അമ്മ ഒരു ട്രേഡ് യൂണിയൻ അല്ലല്ലോ. ഇപ്പം മാക്റ്റ സാംസ്കാരിക സംഘടനയില്ലേ, അത് നിലനിർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം ഫെഫ്കയിൽ വർക്ക് ചെയ്യുന്നില്ല, ഞങ്ങളെല്ലാം മാക്റ്റയിലെ അംഗങ്ങളും. അതുപോലെ അമ്മ നിലനിൽക്കും. അമ്മയിലൊരു പിളർപ്പ് എന്നുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് ഇടപെടുന്ന പരിധിയുണ്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞാൽ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന പല സമയത്തും പറയുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കി ഒരു സംഘടന എന്ന രൂപത്തിൽ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടാൻ നീക്കമായിരിക്കും ഒരു പുതിയ സംഘടനയുടെ അവിടെ ലക്ഷ്യമിട്ടുന്നത്. ഒരു ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ തൊഴിലവകാശങ്ങളെ സമീപിക്കുന്നത്. പിന്നെ അതിൻ്റെ സംഘടന തന്നെ, അതിൻ്റെ സംഘടനാ ഗാത്രം തന്നെ വളരെയധികം വ്യത്യാസമുള്ള സംഗതിയാണ്. രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിൻ്റെ അഭാവം ഒരുപക്ഷെ അവർ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ
തൊഴിൽ പ്രശ്നങ്ങൾ കൂടുതൽ പരിഹരിക്കാൻ കൂടുതൽ ഗുണം ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും തൊഴിലവകാശങ്ങളെ കുറിച്ച് കുറച്ചുകൂടി അവബോധമുണ്ട് പല കാര്യങ്ങളും. ഈ എനിക്ക് പ്രതിഫലം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ ചർച്ച എല്ലാത്തിനും വ്യവസ്ഥയുണ്ടോ? എല്ലാത്തിനും വ്യവസ്ഥയുണ്ടോ? പക്ഷേ അഭിനേതാക്കളെ എങ്ങനെ നമ്മൾ ടെക്നീഷ്യന്മാരായി കാണും, അല്ലെങ്കിൽ തൊഴിലാളികളായി എങ്ങനെ കാണും? ഇപ്പോൾ ഒരു സിനിമയ്ക്ക് മോഹൻലാലിൻ്റെ ഡേറ്റ് വാങ്ങുന്നത് 60 ദിവസത്തേക്കാണെങ്കിൽ ആ 60 ദിവസവും 24 മണിക്കൂറും വർക്ക് ചെയ്യാമെന്നാണല്ലോ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത്. 8 മണിക്കൂർ പോലും വർക്ക് ചെയ്യാറില്ല എങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇപ്പോൾ ഒരു ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ രാവിലെ 6 മണിക്ക് അവൻ്റെ കാൾ ഷീറ്റ് ആരംഭിച്ചാൽ 2 മണിയാകുമ്പോൾ 1 മണിയാകുമ്പോൾ രണ്ടാമത്തെ കാൾ ഷീറ്റ് ആവും, 6 മണിയാവും അടുത്ത കാൾ ഷീറ്റ് ആവും. നേരെ മറിച്ച് അഭിനയിക്കുന്ന ആളുകൾ എങ്ങനെ ട്രേഡ് യൂണിയനിൽ പെടുമെന്ന് എനിക്കറിയില്ല. ഐഫക്കിലോ ഫെഫ്കയിലോ അങ്ങനെ ട്രേഡ് യൂണിയൻ ഇല്ലേയും തന്നെ. ഇപ്പോൾ മദ്രാസിൽ നടികർ സംഘം, സഹനടികർ സംഘമൊക്കെ അല്ലേ ഉള്ളൂ. എന്തായാലും ഫെഫ്ക എന്ന് പറഞ്ഞ തൊഴിലാളി യൂണിയനെ അമ്മയും അംഗീകരിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ്. അതിൽ തന്നെയുള്ള അംഗത്വമുള്ള 20 പേരോ എന്ന് ഉണ്ണികൃഷ്ണനെ കണ്ട് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള സൗകര്യം തരണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. അതുപോലെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയെ തലയിൽ കണ്ണട വെച്ച സംഘടനയുടെ നേതാക്കളിൽ ഇപ്പം വന്ന് ചുരുങ്ങി 3 4 പേരേ ഉള്ളൂ. ഇന്നലെ 5 പേരായിട്ടാണ് കണ്ടത്. അതിൽ നടി എന്ന് പറയുന്നത് റീമ കല്ലിങ്കൽ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും കാണാനില്ല. അങ്ങനെ വളരുകയാണ് സംഘടന. പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രി പോലും 8000 തൊഴിലാളികളുടെ ഫെഫ്കയെയോ 400 അടുത്ത് പ്രൊഡ്യൂസേഴ്സിൽ അംഗങ്ങളുണ്ട്, അവരെയൊന്നും അംഗീകരിക്കുന്നില്ല. ഈ 4 3 7 പേരുള്ളതാണ് സിനിമയുടെ ഏത് കാര്യവും നിശ്ചയിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച. എന്നിട്ടൊരു സെൽഫി എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോളിനോസ് ചിരിയിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കും, അർത്ഥഗർഭമായി അപ്പുറം ഇപ്പുറം കലയിൽ കണ്ണട ചേർന്ന് നിന്ന് ഒരു പടം എടുത്തുണ്ടെങ്കിൽ പോകും. ഇന്നലെ ആ ചർച്ചയ്ക്ക് വന്നപ്പോഴെങ്കിലും ആ WCCയിലെ തല നരച്ചിരിക്കുന്നുവെങ്കിലും നിങ്ങളുടെ പേരല്ലേ രേവതി, ആ രഞ്ജിത്തിൻ്റെ ഒരു കേസിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നല്ലോ എന്ന് മുഖ്യമന്ത്രി കേൾക്കണ്ടേ? അപ്പോഴല്ലേ മുഖ്യമന്ത്രിയുടെ ആർജവം നമ്മൾ അറിയുന്നത്. നിങ്ങളുടെ പേരുണ്ടല്ലോ, ഏതൊരു ചെറുപ്പക്കാരൻ നിങ്ങളെ എന്തോ കളിയാക്കി എന്ന് പറഞ്ഞിട്ട്, അല്ല നിങ്ങളുടെ അവൻ്റെ നഗ്ന ഫോട്ടോ എന്തോ നിങ്ങൾക്ക് രഞ്ജിത്ത് അയച്ചു തന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. നിങ്ങളാണോ ഈ സംഘടനയിലുള്ള എന്ന് ചോദിക്കണ്ടേ? ചോദിക്കില്ല. ഫെഫ്കക്കാരോട് അല്ല WCCയോട് ഒരു ചോദ്യം ചോദിക്കില്ല. അമ്മയിലുള്ളവരെ വളഞ്ഞിട്ട് പിടിച്ച് പോലീസുകാരെ കൊണ്ട് വളഞ്ഞിട്ട് അന്വേഷിക്കുക, ജാമ്യമില്ല വകുപ്പിടാവെക്കുമെന്ന് നോക്കുക, അവർ മുൻകൂർ ജാമ്യം എടുക്കുന്നു, മൊത്തം കളിക്കുന്നു. പക്ഷേ WCCക്കാർ വന്ന് സെൽഫി എടുക്കാൻ നിൽക്കുമ്പോഴെങ്കിലും അദ്ദേഹം ചോദിക്കണമായിരുന്നു, എൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ആൾ രഞ്ജിത്ത് അയച്ചു തന്ന മറ്റേ ഫോട്ടോ കണ്ട ആളല്ലേ എന്ന് ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ അറ്റം നിൽക്കുന്ന ആളെ നിങ്ങൾ ഈ ആഷിഖപ്പ് എന്ന് പറഞ്ഞ ആളിൻ്റെ ഭാര്യയല്ലേ, നിങ്ങളെപ്പറ്റി എന്തോ അലിഗേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ എന്തോ ബർത്ത്ഡേ പാർട്ടിയോ എന്തോ നടത്തിയിട്ട് അവിടെ ലഹരി എന്തോ ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ടല്ലോ, ശരിയാണോ എന്ന് ചോദിക്കണ്ടേ? അപ്പോൾ അവരെയൊക്കെയാണ് മുഖ്യമന്ത്രി കൊണ്ടു നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അവർ ചെന്ന് കണ്ടതാണ് രസം. മൊഴി നൽകിയവരുടെ ആരുടെയും പേര് പുറത്തു വരരുത്, സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കണം. ഇതിനു വേണ്ടിയാണ് അവർ പോയത്. പേരും പുറത്തു വരരുത്, അവർ പറഞ്ഞതും പുറത്തു വരരുതെങ്കിൽ പിന്നെ ഈ കോലാഹലമൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയേ എനിക്കറിയില്ല. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി എന്തോ ഉറപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉറപ്പൊക്കെ വാങ്ങിച്ച് സെൽഫി ഫോട്ടോ, അവർക്ക് സെൽഫി എടുത്താൽ മതി. എല്ലാം ഈ ഫോണിൽ ജീവിക്കുന്ന സംഘടനയായോണ്ടേ വാട്സാപ്പിലിടാനുള്ള ഒരു സെൽഫി എടുത്താൽ മതി, അവർ സംതൃപ്തരാകും. തിരുവോണായിട്ട് ഞാൻ ഇതൊക്കെയാണ് പറയണ്ടേ. പോട്ടെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. PK ശ്രീനിവാസനെ ഞാൻ പലപ്പോഴും നമ്മുടെ ഈ പങ്ക്തിയിലൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രോഗ്രാമിലൂടെ. കേരളകൗമുദിയുടെ മദ്രാസ് ലേഖകനായി പോവുകയും പിന്നെ ഫിലിം മാഗസീൻ്റെയും കലാകൗമുദിയുടെയൊക്കെ ആളായി മാറുകയും അവിടെ നിന്ന് ഇന്ത്യ ടുഡേ മലയാളം തുടങ്ങിയപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ എഡിറ്റർമാരിലൊരാളുമൊക്കെ ആയിരുന്ന ആളാണ് PK ശ്രീനിവാസൻ. നമ്മുടെ മരിച്ചുപോയ വിൽക്കാനിട്ട് സ്വപ്നങ്ങളെടുത്ത ആസാദിൻ്റെയൊക്കെ അടുത്ത സുഹൃത്ത്. ഒരുപാട് സിനിമാ സുഹൃത്തുക്കളുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ സേതുമാധവൻ സാറുമായിട്ടൊക്കെ നല്ല ഹൃദയബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥയെ പശ്ചാത്തലമാക്കിക്കൊണ്ടൊരു നല്ല പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. ഞാൻ ഇന്നലെയും ഷീനിച്ചേട്ടനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം സിനിമയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഇറക്കിയൊരു പുസ്തകത്തിലെ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സ്റ്റോറി ആദ്യം പറയാം. നമ്മുടെ സിനിമ എങ്ങനെയൊക്കെയാണ് മദ്രാസിൽ വളർന്നത്, നമ്മുടെ സിനിമാക്കാർ മദ്രാസിൽ ഒരു അവസരം തേടി വരുന്ന ഒരു സ്ത്രീയോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നൊക്കെ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ കഥ പറയുന്നത്. ഷീനിച്ചേട്ടൻ നല്ല മനോഹരമായി എഴുതിയ സ്റ്റോറിയിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏത് തരക്കാർക്കും ജീവിക്കാൻ പോരുന്ന നഗരമായിരുന്നു ഒരിക്കൽ മദ്രാസ്. ഇന്നത്തെ ചെന്നൈയിൽ നിന്നും തികച്ചും വ്യത്യസ്തം. 70കളുടെ തുടക്കത്തിലാണ് ദക്ഷിണേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് സാധാരണക്കാർ ഈ മഹാനഗരത്തിലേക്ക് കുടിയേറിയത്. പട്ടിണിയിൽ നിന്നും
മോചനം നേടാനായിരുന്നു ഈ കുടിയേറ്റം. അതിൽ ഭൂരിഭാഗവും വന്നത് സിനിമയിലെ ഏതെങ്കിലുമൊക്കെ ആകാം എന്ന ചിന്തയിലായിരുന്നു. അന്നൊക്കെ മൗണ്ട് റോഡിലെ ഓരങ്ങളിൽ നിന്ന് 1 രൂപയ്ക്ക് വിശപ്പടക്കാൻ ആവശ്യമായ ഊണ് ലഭിക്കുമായിരുന്നു. സിനിമാ സെറ്റുകളിൽ പണിയെടുക്കുന്നവർക്ക് പോലും നന്നായി ജീവിക്കാൻ പറ്റുന്ന വരുമാനം. സെറ്റുകളിൽ ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ നിരവധി നടീനടന്മാർ വേണമായിരുന്നു. ഈ ആൾക്കൂട്ടത്തിന് ഒരുപാട് ആണും പെണ്ണും വേണമല്ലോ. ഇപ്പോൾ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ്. അന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഒന്നുമില്ല. ഇന്നാണെങ്കിൽ ഞാൻ മദ്രാസിൽ നസീർ സാർ മരിച്ചപ്പോൾ അനുശോചന യോഗം കൂടി അവിടുത്തെ സിനിമാക്കാരെല്ലാം കൂടി, മറ്റേ ഫിലിം ചേംബർ, അവിടുത്തെ ചലച്ചിത്ര പരിഷത്തല്ല, ആ ദ്രോഹികളല്ല, അല്ലാതെ എല്ലാവരും കൂടി ചേർന്ന് ദേവൻ്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം കൂടിയത് ഈ പറയുന്ന സഹനടികർ സംഘത്തിൻ്റെ ഓഫീസിലായിരുന്നു. വലിയ ഹോളൊക്കെ ഉള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഓഫീസാണ്. എന്തെല്ലാം ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, മദ്രാസിൽ സഹനടികരായി, അതായത് ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കുന്നവർക്ക് അവരുടെ സംഘടനാ ശക്തിയും ബലവത്തതാണ്, നല്ല വരുമാനവും ലഭിക്കുന്നതാണ്. ആൾക്കൂട്ടത്തിന് നിൽക്കുന്നതിന് ഇത്ര രൂപ, ഡയലോഗ് പറയുന്നവർക്ക് ഇത്ര രൂപ, ട്രാവലിംഗ് ബാറ്റ, കാൾ ഷീറ്റ് ശമ്പളം, സ്വന്തമായി വലിയ യൂണിയൻ്റെ ഓഫീസ് ഒക്കെ മദ്രാസിൽ ഈ സഹനടികർ സംഘക്കാർക്കുണ്ട്. കേരളത്തിൽ അതില്ല. അതാണ് ഈ ചൂഷണം ഏറ്റവും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ നടക്കുന്നത്. സിനിമയിലെ സമരത്തിനും കല്യാണത്തിനും ജാഥയ്ക്കും മരണത്തിനുമൊക്കെ ആൾക്കൂട്ടം വേണമല്ലോ. അവരെ സംഘടിപ്പിക്കാനായി ഏജൻറ്റുമാരുമുണ്ട്. MGR ശിവാജി ഗണേശനും NT രാമറാവും പ്രേം നസീറും രാജ്കുമാറും ഒക്കെ ആകാനായി ചെന്നൈ സെൻട്രലിൽ ഇറങ്ങിയവരിൽ വലിയ ഒരു പക്ഷം ഈ ജൂനിയർ എന്താ പറയുക പട്ടികയിൽ പെട്ടുപോയി. കാരണം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷവും കിട്ടിയില്ല. പിന്നെ ഈ ആൾക്കൂട്ടത്തിൽ പോയി നിന്ന് ദിവസവും 1000 രൂപ കിട്ടുമെങ്കിൽ അത് മതി എന്നുള്ള ലെവലിലേക്ക് പോയി. KR വിജയ്ക്കും ജയലളിതയ്ക്കും സാവിത്രിക്കും ശാരദയ്ക്കും ഷീലയും ഒന്നും ആകാത്തവർ ഭൂരിപക്ഷം ഈ ആൾക്കൂട്ട കലാകാരികളിലും ഉണ്ട്. അങ്ങനെ 70കളുടെ മധ്യത്തിൽ കോടമ്പക്കത്ത് ഭാഗ്യം നേടിയെത്തിയവരിൽ ഒരാളായിരുന്നു തൃശ്ശൂരുകാരി സുനന്ദ വർമ്മ. 70കളിലാണേ. മരിച്ചുപോയ ഒരാൾ ആയതിനാലും അവരുടെ ബന്ധുക്കൾ തലയെടുപ്പോടെ കേരളത്തിൽ ജീവിക്കുന്നതിനാലും PK ശ്രീനിവാസൻ മനഃപൂർവ്വം പേര് മാറ്റി പറയുന്നതാണ്. അവരുടെ പേര് സുനന്ദ വർമ്മ അല്ല. പക്ഷെ അവരുടെ ബന്ധുക്കളെല്ലാം തൃശ്ശൂരിൽ വലിയ ആഠ്യത്വത്തോടെ ജീവിക്കുമ്പോൾ എന്തിന് മരിച്ചുപോയ ഒരാളിൻ്റെ പേര് പറഞ്ഞ് അവരെ വേദനിപ്പിക്കുന്നതെന്നുള്ളതുകൊണ്ട് അദ്ദേഹം പേര് മാറ്റിയാണ് പറയുന്നത്. കാണാൻ നല്ല ഭംഗി, ആരെയും വശീകരിക്കാൻ കഴിയുന്ന വാഗ്ധോരണി, ശാന്ത സ്വഭാവം, ക്യാരക്ടർ റോളുകൾ ചെയ്യിക്കാൻ പറ്റിയ ശരീരപ്രകൃതം, 35 കടക്കാത്ത പ്രായം, ഭർത്താവ് വർമ്മയുമായി നല്ല സ്വരച്ചേർച്ചയിലല്ല. ഒരു മകളുണ്ട്, സൗമിത്ര വർമ്മ, അമ്മയെപ്പോലെ സുന്ദരിയായ മകൾ. അഭിനയമോഹം തലയ്ക്ക് പിടിച്ച കാലത്ത് തൃശ്ശൂരിൽ ഷൂട്ടിംഗ് നടക്കുന്നു. ഒരു സെറ്റിൽ സുനന്ദ വർമ്മ കാണാൻ പോയതാണ്, ആ സെറ്റിൽ ഷൂട്ടിംഗ് കാണാൻ പോയതാണ് ആ സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. സത്യൻ കത്തി നിൽക്കുന്ന കാലം. നേരിൽ സത്യനെ കണ്ടു. പോയാലൊരു വാക്ക് കിട്ടുന്നെങ്കിൽ താരപദവി എന്ന് പാവം സുനന്ദ വർമ്മ സ്വപ്നം കണ്ടു. അവർ പോയി സത്യനെ കണ്ടു. മനസ്സിലെ ആഗ്രഹം പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ സത്യന് സുനന്ദയെ ഇഷ്ടമായി, നന്നായി ബോധിച്ചു എന്ന് പറയാം. സിനിമാ നടിയാകാനുള്ള ശാരീരിക ശേഷിയുണ്ട്. പക്ഷേ സംവിധായകനോട് റെക്കമെൻഡ് ചെയ്താലും ഇനി ഫലമില്ല എന്ന് സത്യൻ തുറന്നു പറഞ്ഞു. കാരണം ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തീരാറായി. ഒരു വഴി ഞാൻ പറയാം, മദ്രാസിലേക്ക് വണ്ടി കയറൂ. മലയാള സിനിമയുടെ പ്രതാപികളായ സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ മദ്രാസിലല്ലേ തമ്പടിച്ചിരിക്കുന്നത്. വന്നാൽ ചാൻസ് കിട്ടാതിരിക്കില്ല, ഞാനും സഹായിക്കാമെന്ന് സത്യൻ അവർക്ക് വാക്കുകൊടുത്തു. മംഗലാപുരം 1-ാം നമ്പർ വണ്ടിയിലേറി സിനിമാ നഗരമായ കോടമ്പക്കത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒറ്റയ്ക്ക് സുനന്ദ വർമ്മ യാത്രയായി. സിനിമയുടെ സൗഭാഗ്യങ്ങളിൽ തൻ്റെ ജീവിതം ധന്യമാകുമെന്ന് അവരുടെ അന്ധകരണം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. കോടമ്പക്കത്തിൻ്റെ അതിർത്തിയിലുള്ള ബിരുകമ്പക്കം എന്ന് പറഞ്ഞ സ്ഥലത്തെ AVM കോളനിക്ക് സമീപം സുനന്ദ വർമ്മ ഒരു വീട് വാടകയ്ക്കെടുത്തു. അവർ അവിടെ താമസമായി. അന്നൊക്കെ സിനിമാക്കാർക്ക് വീട് കിട്ടുക പ്രയാസമായിരുന്നു, നല്ല ശ്രമകരമായിരുന്നു. കാരണം സിനിമയിലുള്ളവർക്ക് കൃത്യമായ ശമ്പളം ഇല്ലാത്തവരാണല്ലോ. വാടക സമയത്ത് കിട്ടുമോ എന്നുള്ള പ്രയാസം വീട്ടുടമയ്ക്ക് അറിയാം. കൃത്യമായി വാടക ചിലപ്പോൾ കയറി താമസിച്ചാൽ ഇങ്ങനെ ഇറക്കി വിടും. അതുകൊണ്ടാണ് സിനിമാക്കാർക്ക് വീട് കൊടുക്കാത്തത്. പക്ഷേ സുനന്ദ വർമ്മയ്ക്ക് വീട് കിട്ടി. ഒരു പക്ഷേ അവരെ കണ്ടപ്പോൾ കുഴപ്പക്കാരിയല്ല എന്ന് ആ വീട്ടുടമസ്ഥന് തോന്നിക്കാണും. ഇനി അടുത്ത
ചുവടുവയ്പ് എന്ന് പറഞ്ഞ സത്യനെ കാണണം. സഹായിക്കാമെന്ന വാക്ക് അദ്ദേഹം മറക്കാനിടയില്ല. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം സത്യനെ കണ്ടെത്തി. സത്യൻ ഇത്തരം തമാശകൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണല്ലോ എന്നാണ് ഷീനിച്ചേട്ടൻ പറയുന്നത്. സുനന്ദ തൻ്റെ കാര്യം അവതരിപ്പിച്ചു. പലതവണ സുനന്ദ അദ്ദേഹത്തിൻ്റെ താവളത്തിൽ പോയി കാണുകയും ചെയ്തു. പിന്നെ ക്രമേണ സത്യൻ്റെ താല്പര്യം കുറഞ്ഞു. കാര്യമായ സഹായമൊന്നും പ്രതീക്ഷിച്ച പോലെ സത്യനിൽ നിന്ന് ഉണ്ടായില്ല. ഒരുപാട് തവണ പോയി കണ്ടു കഴിയുമ്പോൾ മടുക്കുമല്ലോ. സുനന്ദാവർമ്മ പിന്നീട് സത്യനെ അന്വേഷിച്ചതുമില്ല. അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്ക് ബോധ്യമായി. സുനന്ദയുടെ സ്വന്തം ശ്രമഫലമായി ചില ചിത്രങ്ങളിൽ അവസരം ലഭിച്ചു. പക്ഷേ കൊച്ചു വേഷങ്ങളായിരുന്നു. നിത്യവൃത്തിക്കല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ടാണ് ആ ചെറിയ വേഷങ്ങൾ, ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷങ്ങൾ അവർ സ്വീകരിച്ചത്. ഇതിനിടയിൽ സുനന്ദാവർമ്മയുടെ മകൾ സൗമിത്ര കൂടി മദ്രാസിലേക്ക് താമസം മാറ്റി. അവരുടെ കൂടെ വന്ന് താമസിച്ചു. അപ്പോൾ സുനന്ദയുടെ പ്രാരാബ്ദം ഇരട്ടിയായി. ഒരു പക്ഷേ സത്യൻ ക്ഷണിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ ആഢ്യമായ തറവാട്ടിൽ നിന്ന് കോടമ്പക്കത്തിൻ്റെ ദുരിതക്കയത്തിൽ എത്തില്ലായിരുന്നു. പട്ടിണിയുടെ കടുത്ത സ്വാദ് അവരെ വേട്ടയാടില്ലായിരുന്നു. മാന്യതയുടെ കാഴ്ചത്തുരുത്തിൽ തിമിരം ബാധിക്കില്ലായിരുന്നു. കോടമ്പക്കത്തെ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് അവർ ചാൻസ് തേടി അലഞ്ഞു. പലപ്പോഴും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ 1-2 മണിക്കൂർ ജീവിതം ആസ്വദിക്കാൻ താവളം തേടിയെത്തുന്നവർക്ക് സുനന്ദ വാടക വീടിൻ്റെ കിടപ്പുമുറി തുറന്നു കൊടുത്തു. ഇവിടെ നിങ്ങളൊരു പെണ്ണിനെ ഒപ്പിച്ചുകൊണ്ട് ഒരുത്തം വരികയാണ്. അപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉപയോഗിക്കാൻ നിങ്ങളുടെ കിടക്കറ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂം തന്നാൽ ഒരു തുച്ഛമായ പൈസ കൊടുക്കും. അങ്ങനെ നിവൃത്തി കേടുകൊണ്ട് അവരങ്ങനെയും ചുവട് മാറി. വരുന്നവർ നൽകുന്ന പണം ഒന്നിനും തികയാതായി. നിവൃത്തി കേടുകൊണ്ട് ഒടുവിൽ മകൾ സൗമിത്ര തന്നെ അതിഥികളെ സ്വീകരിക്കാൻ സന്നദ്ധയായി. അവളുടെ ശരീരം സ്വീകരിക്കാൻ സിനിമാ രംഗത്തെ പല ഭാര്യന്മാരും വരാൻ തയ്യാറായി. ജീവിതം വീണ്ടും പച്ച പിടിച്ചു. പട്ടിണി പതിയെ അകലുന്ന പോലെ സിനിമയിലുള്ള നടീനടന്മാരും ഇണകളുമായി സുനന്ദയുടെ താവളം തേടി എത്തിത്തുടങ്ങി. പക്ഷേ കൊടുത്ത് ജീവിതം ആസ്വദിച്ച് അവർ മടങ്ങി. പണം കൊടുത്ത് ജീവിതം ആസ്വദിച്ച് അവർ മടങ്ങി. കാലക്രമത്തിൽ സൗമിത്രയും തളർന്നു. കാരണം നിവൃത്തികേട് കൊണ്ടാണ് ആ കൊച്ചു പെൺകുട്ടി ഒരുപാട് പേർക്ക് ശരീരം പങ്കിടാനായി കിടന്നു കൊടുക്കുമ്പോൾ തളർന്നു പോകുമല്ലോ. അമ്മയെയും മകളെയും രോഗങ്ങൾ വേട്ടയാടി തുടങ്ങി. ആ ഇടയ്ക്കാണ് കോഴിക്കോട്ട് നിന്നും യുവമിഥുനങ്ങളായ വിപിനും മനോഹരിയും കോടമ്പക്കത്ത് എത്തുന്നത്. കാമുകനും കാമുകയും വീട്ടുകാരറിയാതെ ഒളിച്ചോടി എത്തിയതാണ്. മനോഹരി അപ്പോൾ 8 മാസം ഗർഭിണി കൂടിയാണ്. ചെന്നൈ സെൻട്രലിൽ വണ്ടി ഇറങ്ങുമ്പോൾ ആരോ കൊടുത്ത വിലാസം സുനന്ദാവർമ്മയുടെയാണ്. നിങ്ങൾ താമസിക്കാൻ അലയൊന്നും വേണ്ട. ഈ സുനന്ദാവർമ്മ എന്ന് പറഞ്ഞൊരു മലയാളിയുണ്ട്, തൃശ്ശൂരുകാരി. അവരുടെ വിരുങ്ങമ്പക്കത്തുള്ള ആ വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് താമസിക്കാം, ചെറിയ വാടക കൊടുത്താൽ മതി എന്ന് ആരോ പറഞ്ഞു കൊടുത്തു മദ്രാസിലെ സെൻട്രലിൽ വെച്ച്. അവരെ കാണൂ, സഹായിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് പ്രതീക്ഷയോടെയാണ്, അഭയം തരും എന്നുള്ള ഉറപ്പോടെ, മലയാളിയല്ലേ ഇറക്കി വിടില്ല എന്നുള്ള ഉറപ്പോടെ സുനന്ദാവർമ്മയുടെ വീട് കണ്ടുപിടിച്ചു വന്നതാണ് ഈ വിപിനും സുന്ദരിയും. 2 ആഴ്ച അവിടെ താമസിച്ചു. വിപിൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അടിയന്തരമായി എനിക്ക് ബോംബെക്ക് പോകണം, ജോലി ശരിയായിട്ടുണ്ട്, ജീവിതം ബോംബെയിലേക്ക് പറിച്ചു തരണം, എനിക്ക് സുനന്ദയും ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടിയും കൊണ്ട് ബോംബെ പോയി താമസിക്കാൻ പറ്റും, എനിക്ക് നല്ല മാന്യമായൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഗർഭിണിയായ ഭാര്യ മനോഹരിയെ സുനന്ദയെ ഏൽപ്പിച്ചിട്ട് വിപിൻ പുറപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ വീടെല്ലാം റെഡിയാക്കിയിട്ട് മടങ്ങി വരാമെന്നുള്ള ഉറപ്പിൽ വിപിൻ പോയി. പിറ്റേ മാസം മനോഹരി പ്രസവിച്ചു ഒരു പെൺകുഞ്ഞ്. മനോഹരിയുടെ കൈവശമുണ്ടായിരുന്ന പൊട്ടും പൊടിയും സ്വർണമൊക്കെ വിറ്റ് പ്രസവ ചെലവിനുള്ള വക കണ്ടെത്തി. ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറിക്കൊടുത്തു. കുഞ്ഞിനും തളയ്ക്കും സുനന്ദയ്ക്കും സൗമിത്രയ്ക്കും വേണ്ടുന്ന വക കണ്ടെത്താൻ പിന്നീടുള്ള ദിവസങ്ങളിൽ കഴിയാതായി. പക്ഷേ ഉടനെ വരാമെന്ന് പറഞ്ഞ് ബോംബെക്ക് പോയ വിപിൻ മടങ്ങി വന്നില്ല. അവൻ ചതിച്ചതാണ്. ആ ഗർഭിണിയായ പെണ്ണിനെ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് അവൻ പോയി. അമ്മയും കുഞ്ഞും സുനന്ദയ്ക്ക് വലിയ ഭാരമായി മാറി. അങ്ങനെ സുനന്ദയ്ക്ക് വിഷമം വരുന്നു എന്നുള്ളപ്പോൾ മനോഹരി ഒരു ഐഡിയ പറഞ്ഞു. ഞാൻ നാട്ടിൽ പോയി കിട്ടാവുന്നത്ര പണവുമായി വരാം, നമുക്കിവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം ഭംഗിയാക്കാൻ ചേച്ചി. പക്ഷേ ഒരു പ്രശ്നം, ഞാൻ പോവുകയാണെങ്കിൽ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കുഞ്ഞിനെ കൊണ്ടുപോയി എൻ്റെ വീട്ടുകാർ എൻ്റെ കഴുത്തിനെ വെട്ടും, അത് അപകടമാണ്. സുനന്ദയ്ക്ക് തോന്നി ഇവൾ പറയുന്നത് ശരിയാണ്. കാരണം
ഇപ്പോൾ തന്തയില്ലാത്ത കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ കയറി ചെന്നാൽ പ്രശ്നമാവുമല്ലോ എന്ന് അവർക്കും തോന്നി. മനോഹരമായി ഊരി എന്ന് പറയുന്നതായിരിക്കും ശരി. കോഴിക്കോട്ടേക്ക് പോയ മനോഹരി പിന്നെ തിരിച്ചു വന്നതേയില്ല. അവൾ കൊടുത്തിട്ട് പോയ വിലാസം 100% തെറ്റായിരുന്നു. കുഞ്ഞിനെ വളർത്താൻ സുനന്ദയും സൗമിത്രയും പെടാപ്പാടുപെട്ടു. ഇതിനിടയിൽ 5 വർഷം അങ്ങ് കടന്നുപോയി. കുട്ടിക്കിപ്പോൾ 5 വയസ്സായി. വരുമാനം കുറഞ്ഞു. സുനന്ദ വർമ്മ പ്രമേഹത്തിൻ്റെ കടുത്ത പിടിയിലായി. താവളം തേടി പഴയതുപോലെ ആരും വരാതായി. കാരണം രോഗിയായാൽ പിന്നെ ആര് തിരിഞ്ഞു നോക്കാൻ? ആരും വരില്ല. കാലം മാറി. വളരെ കുറഞ്ഞ വാടകയുള്ള ഈ വീട്ടിൽ വരാൻ പലരും മടിച്ചു. പഴയ ഉപഭോക്താക്കൾ ഗസ്റ്റ് ഹൗസുകളോ സ്റ്റാർ ഹോട്ടലുകളോ തേടിപ്പോയി. നിത്യച്ചെലവിനായി സുനന്ദ പലരെയും പോയി കണ്ട് യാചിച്ചു. നല്ല കാലത്ത് തൻ്റെ വാടക വീട് പലതിനും താവളമാക്കിയവരെയൊക്കെ സുനന്ദ പോയി കണ്ടു, സഹായം യാചിച്ചു. ചിലർ പഴയകാലം ഓർത്ത് ചില്ലറകൾ കൊടുത്തു. ചിലർ ഒരു സങ്കോചവുമില്ലാതെ അവരെ ആട്ടിപ്പുറത്താക്കി. ഷുഗർ കൂടിയിട്ട് കാലിലെ വ്രണങ്ങൾ കൂടുകെട്ടിയ കാരണം കാല് മുഴുവൻ പുണ്ണായി മാറി. നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലായിരുന്നു സുനന്ദ വർമ്മ. നടന്നാൽ കാല് വിണ്ട് കീറി ദുഷിച്ച രക്തം ചാലിലൂടെ ഇങ്ങനെ ഒഴുകും, താഴേക്ക് ഇറ്റിറ്റിറ്റി വീഴും. അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. സുനന്ദ വർമ്മ പതിയെ അബോധാവസ്ഥയിലായി. കാരണം ഹൈ ഷുഗർ മരുന്നൊന്നും കഴിക്കാതെ ഇൻസുലിൻ എടുക്കാതെ കാലെല്ലാം വിണ്ട് കീറി അങ്ങനെ കിടന്ന് രോഗിയായി അവർ അബോധാവസ്ഥയിലേക്ക് പോയി. അപ്പോൾ മകൾ സൗമിത്ര ചെയ്തത് 5 വയസ്സായ പെൺകുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആരോടും പറയാതെ അമ്മയോട് യാത്ര പോലും ചോദിക്കാതെ അവൾ എങ്ങോട്ടോ ഓടിപ്പോയി. സുനന്ദയുടെ അവസ്ഥ കഷ്ടത്തിലായി എന്ന് പറയണ്ടല്ലോ. കാരണം മോളും പോയി. ആശുപത്രിയിൽ എത്തിക്കാൻ ആരുമില്ലാതെ അവർ കിടപ്പിലായി. പിന്നെ ആരും അറിയാതെ എവിടെയോ കിടന്ന് സുമിത്ര വർമ്മ എന്ന് പറയുന്ന ആൾ മരിച്ചിട്ടുണ്ടാവാം. പരിസരവാസികൾ അവരെയും AVM ശ്മശാനത്തിൽ എത്തിച്ചിരിക്കണം. വീട് വിട്ടിറങ്ങിയ സൗമിത്രയും ആ പെൺകുട്ടിയും എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ആരും അന്വേഷിച്ചുമില്ല. അതാണ് പ്രശ്നം. അച്ഛൻ എന്ന് പറഞ്ഞവൻ ബോംബെക്ക് മുങ്ങി, അമ്മ എന്ന് പറഞ്ഞ മനോഹരി കോഴിക്കോട്ടേക്കും മുങ്ങി. പിന്നെ ആരന്വേഷിക്കാൻ? കോടമ്പക്കത്തിൻ്റെ ഓർമ്മത്തെറ്റിൽ അവരും വിലയം പ്രാപിച്ചിരിക്കണം. സുനന്ദ വർമ്മയ്ക്ക് ആരും ദുഃഖിതരുടെ സ്മാരകം ഉയർത്തിയില്ല. ആയിരക്കണക്കിന് അനാഥ ആത്മാക്കളുടെ കൂട്ടത്തിൽ അവരും കോടമ്പക്കത്തിൻ്റെ നരച്ച ആകാശങ്ങളിൽ ചുറ്റിത്തിരിയുന്നുണ്ടാകാം. അടുത്ത ജന്മത്തിൽ സൂപ്പർ താരമാകണേ എന്ന പ്രാർത്ഥനയിൽ അങ്ങനെ വിലയം പ്രാപിച്ചിരിക്കാമെന്നാണ് ഷീനിച്ചേട്ടൻ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ഇതുപോലെ എത്ര സുനന്ദ വർമ്മമാർ അല്ലെങ്കിൽ സൗമിത്ര വർമ്മമാർ എത്ര പേര് മദ്രാസിൽ ജീവിതം ഹോമിച്ചാണ് വർത്തമാനകാല മലയാള സിനിമ ഉണ്ടായത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. നമ്മളിപ്പോൾ ഞാൻ ഒരു സീരിയലിൻ്റെ പാട്ടെടുക്കാൻ വേണ്ടി ഇവിടെ നമ്മളെ ആൻഡമാൻ നിക്കോബാറിലെ ജയിലിൽ പോയപ്പോൾ ആ ജയിലറകളിൽ കയറി നിന്നപ്പോൾ സത്യത്തിൽ എനിക്ക് ആരോ തേങ്ങുന്ന പോലെ തോന്നി. കാരണം 3 അടി പൊക്കമുള്ള ജയിലറകളാണ്. അപ്പോൾ 5 അടിയും 6 അടിയും ഉള്ളവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല, വളഞ്ഞ് നിൽക്കാൻ പറ്റും. അങ്ങനെ വർഷങ്ങളോളം വളഞ്ഞു നിന്ന് ശരീരം കൂനു ആയ ശേഷം അവരെയൊക്കെ പലരെയും ഇറക്കി വിട്ടത് അതിന് ശേഷമാണ്. പലരും അതിനകത്ത് കിടന്ന് മരിച്ചു. അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മൾ എത്ര പേർ ആലോചിക്കുന്നു. അതുപോലെയാണ് ഈ മദ്രാസിലെ കോടമ്പക്കത്ത് ജീവിതം ഹോമിച്ച 100 കണക്കിന് സഹോദരിമാരുടെ ആത്മഹൂതിയായാലും ശരി, ശരീരം പങ്കിട്ട് മാറാ രോഗികളായാലും ശരി, എത്ര പേരാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായത്. ഒരു നിമിഷം ഞാൻ സൗമിത്രയെയും സുനന്ദയെയും ഓർക്കുന്നു. അവരുടെ ആത്മാവിന്, 2 പേരുടെ ആത്മാവിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം 70കളിൽ കണ്ട സൗമിത്ര എന്തായാലും ഇപ്പോൾ ഒരു 19 വയസ്സായി കാണും. പോട്ടെ, 2 പേരും എവിടെയോ ഏതോ അജ്ഞാത ലോകത്ത് പോയി എന്ന് നമുക്ക് വിശ്വസിക്കാം. മലയാളത്തിലെ വിരലിലെണ്ണാവുന്ന പെൺ നിർമ്മാതാക്കളല്ലേ ഉള്ളൂ. നടിയായി തുടങ്ങി നിർമ്മാതാവായി മാറിയ ആളാണല്ലോ സാന്ദ്ര തോമസ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു കാലത്ത് ഭയങ്കര കേസും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായ വിജയ് ബാബുവായിട്ട് ഭയങ്കര പ്രശ്നമുണ്ട്. അവർ തമ്മിൽ പാർട്ട്ണർഷിപ്പിൽ സിനിമാ നിർമ്മാണം തുടങ്ങുകയും എവിടെ വെച്ച് അവർ പിണങ്ങുകയും ഒരു അമേരിക്കക്കാരനെ സുനന്ദ വിവാഹം കഴിക്കുകയും അതിൽ ഇരട്ട നല്ല പൊന്നുപോലുള്ള 2 കുട്ടികളുണ്ടാവുകയൊക്കെ ചെയ്ത ആളാണ്. അവരിപ്പോൾ ഒരു വിവാദം തുറന്നു വിട്ടിരിക്കുകയാണ്. അതായത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ജനാധിപത്യമില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നത്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യാതെയാണ് കത്ത് കൊടുത്തത് എന്നാണ് സാന്ദ്ര പറയുന്നത്. സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറല്ല.
പിന്നെ എങ്ങനെ ചർച്ച ചെയ്തില്ല എന്ന് സാന്ദ്ര പറയുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് സാന്ദ്രയ്ക്ക് അങ്ങനെ എന്തും പറയാം, കാരണം ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൽ ഞങ്ങൾ സംസാരിച്ചോ ഇല്ലേ എന്നറിയാതെ അവരെന്തെങ്കിലും പറയുന്നതിന് ഞാൻ എന്തിനാണ് ദിനേശ മറുപടി പറയുന്നതെന്നാണ് അതിലൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചത്. അവർ കൂളായിട്ട് പറയുകയാണ് എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യാതെയാണെന്ന് കത്തുണ്ടാക്കിയത്. കത്തല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർമ്മാതാക്കളെപ്പറ്റി സൂചിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ തങ്ങളെടുത്ത നിലപാടുകൾ സൂചിപ്പിക്കുന്ന ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. പക്ഷേ സാന്ദ്ര പറയുന്നത് കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അനിൽ തോമസ് എന്ന് പറഞ്ഞൊരു സംവിധായകനും നിർമ്മാതാവും ഉണ്ട്. എൻ്റെ ഗുഡ് ബുക്കിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ എന്നെ ഇഷ്ടമല്ല പുള്ളിക്ക്, കാരണം പുള്ളിയുടെ ഭാര്യയുടെ അച്ഛനെക്കുറിച്ച്, അയാൾ ചെയ്ത കൊള്ളരുതായ്മകളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു എപ്പിസോഡ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ കയ്യെ വിട്ടും കാല വിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു ദിവസം ഫോണിൽ ഭീഷണിപ്പെടുത്തി. അതിൻ്റെ ഇരട്ടി ഡോസയിൽ ഞാൻ തിരിച്ചും കൊടുത്തു. അതിനുശേഷം അനിലുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ആ അനിൽ തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുതിയ ഭരണസമിതിയിലുണ്ട്. അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള ഹേമ കമ്മിറ്റി സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കൊടുക്കാനുള്ള കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ചുമതല കൊടുത്തിരുന്നത് അനിൽ തോമസിനാണ്. സാന്ദ്ര ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ കത്ത് അല്ലെങ്കിൽ ആ മറുപടി എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത ശേഷമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. പക്ഷേ സാന്ദ്ര പറയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല, അവരറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് സാന്ദ്ര പറയുന്നത്. വൺ സൈഡ് കത്തായിപ്പോയി എന്നാണ് സാന്ദ്ര പറയുന്നത്. ടു സൈഡ് കത്താവാൻ എന്തൊക്കെ വേണമെന്ന് സാന്ദ്ര പറയുന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർമ്മാതാക്കളെ പറ്റി പറയുന്ന കാര്യങ്ങൾക്കല്ലേ മറുപടി കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹി എന്നോട് ചോദിച്ചത്. താരങ്ങളുടെ പ്രഭാവം ഉണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിൽ എന്നാണ് അടുത്ത സാന്ദ്രയുടെ പരാതി. താരങ്ങളുടെ പ്രഭാവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ടെന്നാണ് പറയുന്നത്. താരങ്ങളുടെ പ്രഭാവം ഇല്ലാത്ത ഒരു പടം സാന്ദ്ര എടുക്കണം ആദ്യം എന്ന് ഞാൻ പറയും. നമ്മൾ കരയും ചുണ്ട് നന്നായിരിക്കും വേണമെന്ന് പറയരുത്. ഇവിടുത്തെ താരങ്ങളെല്ലാം കുഴപ്പക്കാരാണെങ്കിൽ സാന്ദ്ര ഒരു താരത്തിനെയും വയ്ക്കാതെ വൻ വിജയമാവുന്ന ഒരു പുതിയ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ എടുത്ത് ആദ്യം തെളിയിക്കുക, എന്നിട്ട് വേണം താരങ്ങളെ തെറി പറയാൻ എന്ന് ഞാൻ പറയും. നമ്മൾ ഈ കൊരയ്ക്കും വാലാട്ടി ഒന്നിച്ച് ചെയ്യരുത് സാന്ദ്ര. നിങ്ങൾ താരങ്ങളെ തെറി പറയും, താരങ്ങളുടെ ഡേറ്റിനായി നടക്കുന്നത് ശരിയല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒന്നുകിൽ താരങ്ങളെ പോടാ ഇന്നൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്, സാന്ദ്ര പഴയ നടിയാണല്ലോ, അപ്പോൾ സാന്ദ്ര എന്നെ നായികയായിട്ട് ഒരു പുതുമുഖ നായകനും വെച്ചൊരു വിജയ സിനിമ എടുത്ത് കാണിക്കുക. അതില്ലാതെ താരങ്ങളുടെ പ്രഭാവം നിർമ്മാതാക്കളുടെ സംഘടനയിലുണ്ട് എന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നവീൻ പോളിയുടെ ഉണ്ടായ ഉടനെ സംഘടന നിവിൻ പോളിക്ക് വേണ്ടി ഉടനെ ഇറങ്ങി എന്നാണ് അടുത്ത സാന്ദ്രയുടെ പരാതി. ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിവിൻ പോളിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അയാൾ യാതൊരു പെണ്ണിനെ ഉപദ്രവിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇപ്പം കണ്ടില്ലേ, സാന്ദ്ര അതൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു. അവർ 14, 15, 16 അത് നവംബർ മാസത്തിലെ എന്തോ ആണ് കഴിഞ്ഞ വർഷം അവരെ ദുബായിൽ വെച്ച് ഒരു ഫ്ലാറ്റിലിട്ട് 3 ദിവസം കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് 5 or 6 പേര്. ഇപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ അറിയുന്നത് ഈ പറയുന്ന 13, 14, 15 അല്ലെങ്കിൽ 14, 15, 16 യാതൊരു ഡേറ്റാണല്ലോ. ആ ഡേറ്റിൽ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ്റെ സിനിമയുടെ സെറ്റിലുണ്ടായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയുടെ സെറ്റിൽ. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുകയാണ്, അത് ഞങ്ങൾ ഉറക്കപ്പിച്ചിലായിരുന്നു. ആര്? ഭാര്യയും ഭർത്താവും ഉറക്കപ്പിച്ചിലായിരുന്നു എന്ന് അവനെ കാണുമ്പോൾ അറിയാം എന്തോ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന്. അവൻ പറയാം അത് ഞങ്ങൾ ഉറക്കപ്പിച്ചിലായിരുന്നു, അതുകൊണ്ട് ഡേറ്റ് പോലീസിനോട് പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറയണത്, അല്ലെങ്കിൽ ചാനലിൽ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറയുന്നത്. ആ ആളിനെ വെച്ച് നവീൻ പോളിയെ പോലെ ഭേദപ്പെട്ട രീതിയിൽ സിനിമാ രംഗത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അറ്റാക്ക് ചെയ്തപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിവിൻ പോളിയുടെ കൂടെ നിന്നു എന്നാണ് സാന്ദ്രയുടെ പരാതി. അമ്മയുടെ ഉപസംഘടനയായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാറി എന്നാണ് സാന്ദ്ര പറയുന്ന അടുത്ത പരാതി. അതിനൊക്കെ സംഘടനാ നേതാക്കൾ മറുപടി പറയട്ടെ. ഞാനതിന് പറയേണ്ട കാര്യമില്ല. 2 സിനിമ ചെയ്താലേ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അംഗത്വം കിട്ടൂ എന്നുള്ളതാണ് സാന്ദ്രയുടെ പുതിയ പരാതി. കാരണം സാന്ദ്ര ഒരു പടയും നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെയർമാനായിട്ടോ ജനറൽ സെക്രട്ടറി ആയിട്ടോ എന്തോ പോസ്റ്റിൽ മത്സരിക്കണമെന്ന് പറഞ്ഞ് സാന്ദ്ര അപേക്ഷ ഫോം വാങ്ങിക്കാൻ ചെന്നപ്പോൾ, നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് നിയമാവലിയിൽ 2 പടം ചെയ്താലേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗത്വം കിട്ടൂ അല്ലെങ്കിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. അത് സംഘടനാ ബൈല ഭേദഗതി ചെയ്യാതെ മാറ്റാനാവില്ല എന്നുള്ള ഒരു ജനറൽ നോളജ് പോലും സാന്ദ്ര തോമസിനില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഒരു സിനിമ നിർമ്മിച്ചു, 8 സിനിമകളിൽ എൻ്റെ പേര് വെച്ച് സെൻസർ ചെയ്തു, 2 സിനിമകളിൽ ഞാൻ പ്രൊഡ്യൂസറായിരുന്നു. അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. 8 സിനിമയല്ല 8000 സിനിമകളിൽ സെൻസർ ചെയ്തപ്പോഴും നിങ്ങളെ പേരുണ്ടെന്ന് പറഞ്ഞിട്ടോ
ഞാൻ 500 സിനിമകളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സംഘടനാ നിയമാവലിയിൽ പറയുന്നത് മിനിമം 2 സിനിമ ചെയ്താലേ അംഗത്വം തരൂ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ അത് ഭേദഗതി ചെയ്യണം. അതുകൊണ്ട് എന്നെ മത്സരിക്കാൻ സമ്മതിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. കുറച്ച് പേരുടെ സ്വേച്ഛാധിപത്യമാണ് അവിടെ നടക്കുന്നത്. അത് പിടിവിടണം. അങ്ങനെ സ്വേച്ഛാധിപതികൾ പിടിച്ചു വച്ചിരിക്കുന്നത് ഒരു സംഘടനയ്ക്ക് ഭൂഷണമല്ല എന്നാണ് അവർ പറയുന്നത്. ഹേമയ്ക്ക് സാന്ദ്ര മൊഴി കൊടുത്തു. എൻ്റെ പിന്തുണയും ഹേമയ്ക്കുണ്ടെന്ന് അവർ പറയുന്നു. റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് പേടി കൊണ്ടാണ് പറയുന്നതെന്നാണ് സാന്ദ്ര പറയുന്നത്. പവർ ഗ്രൂപ്പിനും ഇവിടെ പ്രബലമായി നിൽക്കുന്നവർക്കും ഭയമാണ് എന്നാണ് പറഞ്ഞത്. പവർ ഗ്രൂപ്പിന് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തു വന്നാൽ ഈ പവർ ഗ്രൂപ്പിലുള്ള എല്ലാവരും മണ്ണിനടിയിലാവും. അതുകൊണ്ട് അവർക്ക് പേടിയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പ്രബലരായി നിൽക്കുന്നതല്ലേ, അവരെ പേരൊക്കെ വന്നാൽ മോശമെന്നുള്ള പേടിയാണെന്നാണ് സാന്ദ്ര പറയുന്നത്. കുറച്ചു പേരുടെ കയ്യിലിരിക്കേണ്ടതല്ല സിനിമ എന്ന് സാന്ദ്ര പറയുന്നു. കേരളത്തിലെ 3.5 കോടി ജനത്തിനും കൂടിയാണ് സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാന്ദ്ര. നല്ല ജനപ്രിയരായ ആൾക്കാർ ഇവരുടെ തല പോസ്റ്റർ കണ്ടാൽ തിയേറ്ററിൽ കയറി കാണണമെന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരുന്ന താരങ്ങൾക്കും നല്ല കാശ് മുടക്കി സിനിമ എടുക്കാൻ കയ്യിൽ കാശുള്ളവർക്കും നല്ല സിനിമ എടുക്കാൻ തിരക്കഥ എഴുതാനും സംവിധാനം ചെയ്യാൻ അറിയുന്നവർക്കും ഒക്കെ എന്താ പറയുക, അവരുടെയൊക്കെ കയ്യിൽ തന്നെ ആയിരിക്കും എല്ലാ കാലത്തും സിനിമ എന്ന് ഞാൻ പറയാം. ഇപ്പം നോവൽ എഴുതുന്നു, ഞാൻ കേൾക്കട്ടെ, ഇവിടെ പ്രബലരായ ഒരുപാട് പേര് എഴുതിയിരുന്നിടത്തല്ലേ ബെന്യാമിൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വന്നത്. പണ്ടാരോ പറഞ്ഞ ഡയലോഗിനെ പറയാം, അയാളെ കയ്യിൽ മരുന്നുള്ളതുകൊണ്ട് അയാൾ ആടുജീവിതം എഴുതിയതോടുകൂടി ഭയങ്കരമായിട്ട് വളർന്നു. ഇപ്പോൾ ബെന്യാമിൻ എഴുതുന്ന ഒരു നോവലിന് വേണ്ടി എത്ര പേരെ പുറകെ നടക്കണം, ഏതൊക്കെ പ്രസിദ്ധീകരണശാലകൾ നടക്കുന്നു. അങ്ങനെ വേണം സാന്ദ്ര ഇതിനെ കാണേണ്ടത് എന്ന് ഞാൻ പറയും. ഇപ്പോൾ എന്താ പറയുക, രാഷ്ട്രീയത്തിൽ തന്നെ എടുത്തു നോക്കൂ. രാഷ്ട്രീയത്തിൽ എങ്ങനെ ഒരുപാട് വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രം പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ വലിയ നേതാക്കൾ നിൽക്കുമ്പോൾ അല്ലേ സ്വരാജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ സ്വന്തം ചിന്തകൾ കൊണ്ടും സ്വന്തം സംസാര ശേഷി കൊണ്ടും സംഘടനയിൽ വലിയ നേതാവായി വളർന്നത്. അതെല്ലാ രംഗത്തും ഉണ്ടാവും സാന്ദ്ര. അതിന് പകരം കുറച്ച് പേരുടെ കയ്യിലിരിക്കേണ്ടതല്ല സിനിമ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സിനിമയെ ഓപ്പണാക്കണം. എങ്ങനെ തുറന്നിടണം എന്ന് സാന്ദ്ര പറയുന്നില്ല. പ്രോപ്പർ എഗ്രിമെൻറ്റ് വേണം, അത് സത്യമാണ്, പ്രോപ്പർ എഗ്രിമെൻറ്റ് വേണം. പക്ഷേ ഒരു പ്രശ്നം എവിടെയെന്ന് അറിയാം സാന്ദ്ര ഇപ്പോൾ ഒരു പടം ചെയ്യാൻ പോയി. എ എന്ന് പറഞ്ഞൊരു നായകനെ പോയി കണ്ടു. അപ്പോൾ എ പറയുകയാണ്, എൻ്റെ പ്രതിഫലം 20 കോടി രൂപയാണ്, തരാം. ആ 20 കോടി രൂപയിൽ 12 കോടി ബ്ലാക്ക് ആയിട്ട് തരണം. 8 കോടി രൂപയെ അതിലെഴുതാൻ പറ്റുള്ളൂ, കാരണം ടാക്സ് ഞാൻ 8 കോടിക്ക് കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ സാന്ദ്ര പറയോ എഗ്രിമെൻറ്റ് പ്രോപ്പറായിരിക്കണം, ഞാൻ 20 കോടിയും അതിലെഴുതുമെന്ന് പറഞ്ഞാൽ എനിക്ക് നിനക്ക് തരാൻ ഡേറ്റില്ല, നീ നിൻ്റെ ജോലിയൊക്കെ എന്നല്ലേ പറയൂ സാന്ദ്ര. അതല്ലേ യാഥാർത്ഥ്യം. ഇപ്പോൾ സാന്ദ്ര എടുക്കുന്നൊരു സിനിമ അത് തിയേറ്ററിൽ കയറി വലിയ ഹിറ്റായെന്ന് വെച്ചോ, നിങ്ങൾക്കൊരു 100 കോടി കിട്ടി. നിങ്ങൾ ആ 100 കോടിയിൽ എങ്ങനെ പോയാലും ഒരു 60 കോടി കള്ളപ്പണമാക്കി മാറ്റില്ലേ? സാന്ദ്ര പറയും, ഞാൻ ഗാന്ധിജിയുടെ ചെറുമോളാണ്, ഞാൻ കള്ളപ്പണമൊന്നും കൊണ്ട് കിടക്കുന്ന ആളല്ല എന്നൊക്കെ വാചകം അടിക്കാൻ എളുപ്പമാണ് സാന്ദ്ര. ഇവിടെ അതെല്ലാം നടക്കും എന്നുള്ളതാണ് ഉറപ്പ്. അതുപോലെ പ്രോപ്പറായി എഗ്രിമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. സാന്ദ്ര ഉണ്ടാക്കുന്ന സിനിമയിൽ സാന്ദ്ര നല്ല ബോൾഡായ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ആദ്യമായി ഒരു സിനിമ എടുക്കാൻ പോയപ്പോൾ 24 മണിക്കൂർ 48 മണിക്കൂർ ആയാലും തികയാത്ത ജഗദീഷ് ശിവകുമാർ അടക്കം, രാജൻ ബി ദേവ് അടക്കം ഒരുപാട് തിരക്കുള്ള, ഭാവന അടക്കം ഒരുപാട് തിരക്കുള്ളവരുണ്ടായിരുന്നപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഞാൻ സ്ട്രോങ് ആയിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിനെ 100 രൂപ പത്രത്തിൽ പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ലാലായാലും ഭാവനയായാലും രാജൻ ബി ദേവായാലും ജഗതി ആയാലും എല്ലാവരുടെ കയ്യിൽ നിന്നും ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി, എൻ്റെ കയ്യിൽ നിന്ന് 3 ദിവസം കടം വാങ്ങിച്ചുകൊണ്ട് കർണാടകയിൽ എന്താ പറയുക, അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്ലൈമാക്സ് അഭിനയിക്കാൻ 3 ദിവസം തരുമോ എന്ന് യാചിച്ച സംവിധാനം യാചിച്ചപ്പോൾ ഞാൻ വിട്ടുകൊടുത്തിട്ട് അയാൾ 7 ദിവസം കഴിഞ്ഞിട്ട് വിടാതെ പോയപ്പോൾ ഞാൻ കൊണ്ടുവന്ന് സിയാദ് കോക്കറിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. സിബി വലയിൽ പറഞ്ഞു, ദിനേശ് കോക്കറിന് പരാതി കൊടുക്കുക, ഞാൻ വിളിച്ച് പറയാം. ഞാൻ ജഗതിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്പിളിച്ചേട്ടാ, നമ്മൾ തമ്മിലുള്ള ജ്യേഷ്ഠാനുജ ബന്ധം വെച്ച് പറയുകയാണ്, ഞാൻ നാളെ രാവിലെ ഞാൻ സിയാദ് കോക്കറിന് പരാതി കൊടുക്കും. പരാതി കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ സെറ്റിൽ നിന്ന് എനിക്ക് കാൾ ഷീറ്റ് 100 രൂപ പത്രത്തിൽ എഴുതി തന്നിട്ട്, 100 ആണ് പത്രത്തിൽ എഴുതി തന്നിട്ട്, നിങ്ങൾ എന്നോട് ചോദിക്കാതെ പോയി, നീയല്ല എന്നെ വിട്ടാ, ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വിട്ടില്ല എന്ന് പറയും. കാരണം നിങ്ങൾ എന്നെ ഇങ്ങനെ പറ്റിച്ച സ്ഥിതിക്ക്, നിങ്ങളും ആ സംവിധായകനും കൂടെ പറ്റിച്ച സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ വിട്ടതല്ല, നിങ്ങളെൻ്റെ സെറ്റിൽ നിന്ന് മുങ്ങിപ്പോയി എന്ന് ഞാൻ പറയും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? നിങ്ങളുടെ ഒരു 6 മാസം ബാൻ ചെയ്യും, നിങ്ങൾ വീട്ടിലിരിക്കും. മറ്റവൻ്റെ പടം 1 വർഷം തിയേറ്ററിൽ വരില്ല. എൻ്റെ പടം എന്ന് റിലീസാവോ അത് കഴിഞ്ഞാൽ അത് റിലീസാവും. ഇത് രണ്ടും ഞാൻ ചെയ്യും, കാരണം എൻ്റെ എഗ്രിമെൻ്റ് ഇരിക്കുകയല്ലേ.
ഞാൻ പിറ്റേ ദിവസം ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 3:30-4 മണിയാവും എൻ്റെ വാതിലാരം മുട്ടുന്നു. ഞാൻ തുറക്കുമ്പോൾ സുസ്മേര വദനായി അനിയ ഞാൻ എത്തി എന്ന് പറഞ്ഞ് ജഗതി എത്തി കർണാടകയിൽ. നല്ല ചോദിക്കുക. അപ്പോൾ എഗ്രിമെൻ്റൊക്കെ പ്രോപ്പർ ആവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാന്ദ്ര വിചാരിക്കുന്ന തരത്തിൽ എഗ്രിമെൻറ്റ് പ്രോപ്പർ ആവുമെന്ന് എനിക്ക് തോന്നില്ല. നടന്മാർ കറക്ഷൻസ് വരുത്തി എഗ്രിമെൻ്റ് ഒപ്പിടിക്കുന്നു, അത് മാറണം എന്നാണ് സാന്ദ്രയുടെ പുതിയ പരാതി. അതായത് സാന്ദ്ര ഒരു എഗ്രിമെൻറ്റുമായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഇങ്ങനെ എഴുതണമെന്ന് ചില നിബന്ധനകൾ അവർ വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത പടത്തിന് സാന്ദ്ര ഏതെങ്കിലും ഒരു നടനെ കാണാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ എഗ്രിമെൻ്റൊക്കെ തിരുത്തിയിട്ടേ ഞങ്ങൾ ഒപ്പിടും, ഞങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ എഗ്രിമെൻ്റ് വയ്ക്കുക, അല്ലെങ്കിൽ സാന്ദ്രയുടെ വഴി നോക്കെന്ന് പറയാനാണ് സാധ്യത. ആക്ടേഴ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഇവിടെ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെയൊന്നും പറയാതെ സാന്ദ്ര, അങ്ങനെ ആ ആക്ടേഴ്സിൻ്റെ ആഗ്രഹം അനുസരിച്ച് മാത്രം സിനിമയിൽ നിന്ന് ഇവിടെ എല്ലാവരും അങ്ങനെ അടച്ചാക്ഷേപിച്ചൊന്നും പറയരുത്. അല്ലാത്തൊരുമൊക്കെ ഉണ്ട്. 6 മണിക്ക് ടെക്നീഷ്യന്മാർ വന്നിരിക്കും, നടന്മാർ വരുന്നത് 11 മണിക്കാണ്. അതുവരെ ഒരു ജോലിയുമില്ല. 6 മണിക്ക് ബാറ്റ വീഴുകയാണ് ലൈറ്റിൻ്റെയൊക്കെ. സാന്ദ്ര പറയുന്നതിൽ കുറേ സത്യമുണ്ട്. അപ്പോൾ 6 മണിക്ക് വന്നിട്ട് 6-ന് വന്നു, 7, 8, 9, 10, 11, 5 മണിക്കൂർ വെറുതെ ഇരുന്ന് ബാറ്റിയും കൊടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ഇരുത്തിയിട്ട് 11 മണിക്കായിരിക്കും ഈ നായകൻ വരുന്നത്. നായകനും അയാളുടെ എർത്തുകളും വന്നാൽ ഇപ്പോൾ ലക്ഷം വീട് പോലെ കാരവാൻ കിടപ്പുണ്ടല്ലോ, ആ കാരവാനുകളിൽ കയറിയിരിക്കും. അവിടെ ഇരുന്ന് ഒരു കട്ടൻ ചായയൊക്കെ വരുത്തി കുടിച്ച് 4 ഡയലോഗൊക്കെ അടിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞ് മേക്കപ്പ് ചെയ്ത് ഇതിനിടയിൽ അടുത്ത പടത്തിൻ്റെ കഥ ചർച്ച നടത്തി പിന്നെ ഉദ്ഘാടനത്തിന് പോകാനുള്ള ദിവസമൊക്കെ നോക്കി ഇങ്ങനെ പലതും കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പം ക്യാമറയുടെ മുന്നിലേക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇറങ്ങി വരും. വന്ന് 3, 4, 5 ഷോട്ടാകുമ്പോൾ 1 മണിയാവും. ബ്രേക്ക്, ഊണ് കഴിക്കും. 1 മണിക്കൂറാണല്ലോ വിശ്രമം. ഊണ് കഴിച്ചിട്ട് തോന്നുന്നവർ തോന്നുന്നിടത്തേക്ക് കിടന്നുറങ്ങും. യവന്മാരെല്ലാം AC-യിൽ മറ്റേ കാരവാനിൽ കിടന്നുറങ്ങും. ഒരു 2-2:30 ആകുമ്പോൾ കഴിക്കും. കഴിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉറക്ക ക്ഷീണത്തിൽ കഴിച്ചൊക്കെ ഇരുന്ന് വീണ്ടും ഒരു ബ്ലാക്ക് ടീ ഒക്കെ വരുത്തി കഴിച്ച് പിന്നെ മേക്കപ്പ് ഒന്നുകൂടെ ടച്ച് ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അടുത്ത സീനെന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു 4 മണിയാവും. 4-5 ഷോട്ട് അഭിനയിക്കുമ്പോഴേക്കും പകൽ ലൈറ്റ് പോകും. ഇപ്പോൾ രാത്രിയാണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, മറ്റേ LSDയും കഞ്ചാവും ഒക്കെ ഉള്ളവന്മാരാണെങ്കിൽ രാത്രി മുഴുവൻ നിൽക്കും. അതില്ലാത്തവർ 7-8 മണിയാകുമ്പോൾ മടങ്ങും. അപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഒരു 3-4 ഷോട്ട്. അതുകൊണ്ടാണ് ഇവിടെ ശശികുമാർ സാർ അടക്കമുള്ള ഒരുപാട് സംവിധായകർ, അല്ലെങ്കിൽ ജോഷി സാർ അടക്കം ഒരുപാട് സംവിധായകർ 18 ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ടും 30 ദിവസം കൊണ്ടും എടുത്തുകൊണ്ടിരുന്ന സിനിമ 100 ദിവസം 150 ദിവസമല്ലേ ഇപ്പോൾ ഷൂട്ട് ചെയ്യണേ. കാരണം ഒരുത്തനും വരില്ല, പ്രൊഡ്യൂസറുടെ ചിലവിൽ തിന്നും കുടിച്ചും ഇങ്ങനെ അടക്കയില്ലേ. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ചിലവ് കൂടും. പണ്ട് എൻ്റെ സിനിമയൊക്കെ നടക്കുന്ന കാലത്ത് ഒരു ദിവസത്തേക്ക് 70,000 രൂപ ചിലവുണ്ടായിരുന്നു. താമസം, പെട്രോള്, ഡീസൽ, ഭക്ഷണം എല്ലാം കൂടെ ചേർത്ത്, ട്രാവലിംഗ് എല്ലാം കൂടെ ചേർത്ത് ഒരു 70,000 രൂപ പെർ ഡേ ഇടും ബജറ്റ്. ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞത് ബജറ്റ്. താരങ്ങളുടെയൊക്കെ ആണെങ്കിൽ 10 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ ചിലവ്. 100 ദിവസം 10 ലക്ഷം രൂപ ചിലവ് ഷൂട്ടിംഗ് ചിലവിന് മാത്രം 10 കോടി രൂപ ചിലവാക്കുന്ന തലത്തിലേക്ക് പോകുന്നു. അത് സാന്ദ്ര പറഞ്ഞത് ശരിയാണ്. അപ്പോൾ പേടി മാറി പണിയെടുക്കാൻ കഴിയുന്നില്ല എന്നാണ്, താരങ്ങളെ പേടിച്ചാണ് പണിയെടുക്കുന്നത് എന്നാണ് സാന്ദ്ര പറയുന്നത്. ലാലേട്ടൻ, മോഹൻലാൽ 6 മണിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 5:55 സെറ്റിലെത്തും. പക്ഷേ കൂടെ അഭിനയിക്കാനുള്ളവർ എത്തില്ല. സാന്ദ്ര പറയുകയാണ് 10-15 പ്രാവശ്യം പലരും പോയി വിളിച്ചാലേ കാരവാനിൽ നിന്ന് ഇറങ്ങി വരുള്ളൂ. ഇതൊക്കെ സത്യമാണ് സാന്ദ്ര പറയുന്നത്. ഇപ്പോൾ അടച്ച് കാരവാനിനെ തിരിക്കുമല്ലോ, അപ്പോൾ ഡ്രൈവർ ഡോറിൻ്റെ അവിടെ നിൽക്കും, ആരും അങ്ങോട്ട് കയറ്റി വിടില്ല. ഡ്രൈവറാണോ ഇയാൾ അസിസ്റ്റൻ്റാണോ ആരെങ്കിലും ഒരുത്തം നിൽക്കും. ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഇല്ല സാറ് സ്റ്റോറി ഡിസ്കഷനിൽ സാറ് തൂങ്ങിട്ടിருக்கு, സാറ് ലാട്ടറി പോയിருக்கு, യൂറിൻ പാസ് ചെയ്തിട്ടിருக்கு എന്നൊക്കെ പറഞ്ഞ് ഇങ്ങന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ പോയി പറഞ്ഞു, അത് കഴിഞ്ഞ് അവൻ്റെ മുകളിലുള്ളവൻ പോയി പറഞ്ഞു, അതിൻ്റെ മുകളിലുള്ളവൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ് അസോസിയേറ്റ് ഡയറക്ടർ വരെ പോയിട്ടും വരാത്ത എത്രയോ സെറ്റുകളിൽ ഡയറക്ടർ പോയി ലൈറ്റ് റെഡിയാണ്, സൂര്യൻ വെളിച്ചം നിൽക്കുകയാണ്, ഒന്ന് വന്നേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നവരെ അവസ്ഥ മലയാള സിനിമയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് സാന്ദ്ര പറഞ്ഞ് ഈ വക കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. കാരവാൻ അസോസിയേഷൻ പഴയ കാരവാനുകൾ മാറ്റണം. ഞാൻ അപ്പോഴാണ് സാന്ദ്ര പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ കാരവാൻ അസോസിയേഷൻ ഉണ്ടെന്ന്. കാരവാനുകളുടെ മുതലാളിമാർക്കും യൂണിയനുണ്ട്. ലൈംഗിക ചൂഷണം ആരോട് പറയണം എന്നാണ് സാന്ദ്ര ചോദിക്കുന്നത്. ICC കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സാന്ദ്ര അടിച്ചു പറയുന്നു. ഒരു പരിഹാരവും കിട്ടില്ല എന്നും അവർ പറയുന്നു. ഈ ICC കമ്മിറ്റിയെ പറ്റി സാന്ദ്ര പറഞ്ഞത് വല്ല വണ്ടിയിലേക്ക് പുറകെ കൊണ്ടൊന്ന് ഒട്ടിച്ചു വെച്ചാൽ ആര് കാണാനെന്നാണ് ചോദിക്കുന്നത്. ആൾക്കാർ പോകുന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരും നടീനടന്മാരും ഒക്കെ കാണുന്ന സ്ഥലങ്ങളിൽ 3-4 സ്ഥലങ്ങളിൽ ഒട്ടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ICCയുടെ ആരാണ്
തലപ്പത്തിരിക്കുന്നത്. ഏറ്റവും ആ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും സീനിയറായ നടിയായിരിക്കും അതിൻ്റെ ചെയർപേഴ്സൺ. പിന്നെ ആ കമ്മിറ്റിയിൽ ആരെയൊക്കെ എടുക്കണമെന്ന് തീരുമാനിച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെയാണ് പരാതി പറയേണ്ടത്. പക്ഷേ സാന്ദ്ര പറയുന്നത് ഒരു പരിഹാരവുമില്ല എന്നാണ് പറയുന്നത്. സ്ത്രീ നിർമ്മാതാക്കൾക്ക് മെൻ്റൽ ഹരാസ്മെൻ്റ് ഉണ്ട് എന്ന് സാന്ദ്ര പറയുന്നു. അതെന്താണ് മെൻ്റൽ ഹരാസ്മെൻ്റ് എന്ന് സാന്ദ്ര പറയുന്നില്ല. സംഘടനയിൽ സ്ത്രീ സംവരണം ഉറപ്പാക്കണം. അത് ഇത്തിരി കടന്ന കൈയായിപ്പോയി സാന്ദ്ര. സംഘടനകളിലൊക്കെ 1/3 അല്ലെങ്കിൽ 2/3 പ്രാതിനിധ്യം നൽകണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ മത്സരിച്ച് ജയിച്ചു വരണമെന്നേ. നിങ്ങൾക്ക് ചുളുവിൽ സംഘടനയുടെ തലപ്പത്ത് കയറണമെന്ന് പറയരുത്. അത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. എല്ലാ സംഘടനകളുടെയും തലപ്പത്ത് സ്ത്രീകൾ വരണം എന്നും, അതായത് അമ്മയുടെ, ഫെഫ്കയുടെ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ, ചേംബറിൻ്റെ എല്ലാത്തിൻ്റെയും തലപ്പത്ത്. പക്ഷേ അതിന് ആളെവിടെയെന്ന് ചോദിച്ചാൽ ആളില്ല. അതാണ് പ്രശ്നം. കുറച്ച് പേർ ഭരിക്കുന്ന രീതി മാറണം. മുഖ്യമന്ത്രി ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാലേ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ആകെ ഉള്ളത് 361 പേരായിട്ടാണ് അംഗത്വമുള്ളത്. പ്രൊഡ്യൂസേഴ്സ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന 316 പേർക്ക് അംഗത്വമുണ്ട്. അതിൽ 18 പേരാണ് സ്ത്രീകൾ. അതിൽ 5 പേർക്ക് മാത്രമേ സിനിമ നിർമ്മാണമുള്ളൂ. സാന്ദ്ര അടക്കം 5 പേരെ നിർമ്മിക്കുന്നുള്ളൂ. അപ്പോൾ 361 പേർ അംഗത്വമുള്ള ഒരു സംഘടനയിൽ 5 പേരേ ഉള്ളൂ ആക്റ്റീവായിട്ട്. പക്ഷേ സാന്ദ്ര പറയുന്നത് ഈ 5 പേരെയും നിങ്ങൾ തലപ്പത്ത് കൊണ്ടുവരണമെന്നാണ്. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി എല്ലാം ഞങ്ങളാവാം. ബാക്കി 356ഓളം പേര് വായി നോക്കിക്കൊണ്ട് താഴെ കമ്മിറ്റിയിൽ പ്രേക്ഷകരായിട്ട് ഇരുന്ന് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 18 പേരിൽ 5 പേർ നിർമ്മാതാക്കളാണ്, ആക്റ്റീവാണ്. ബാക്കി ഡെമ്മികളാണെന്ന് പറയാം. കാരണം നിർമ്മാതാവായ സുബൈറിൻ്റെ ഭാര്യ, മഹാസുബൈർ നിർമ്മിക്കുന്നു എന്നല്ലേ ഇപ്പോൾ പറയാറ്, ആൻഡോ ജോസഫിൻ്റെ ഭാര്യ തുടങ്ങിയവരുടെ പേര് നിർമ്മാതാക്കളുടെ ലിസ്റ്റിലുണ്ട്. അവർ ആക്റ്റീവല്ല, മീറ്റിങ്ങിന് പോലും വരാറുമില്ല. കാരണം ഭർത്താക്കന്മാർ വച്ചിരിക്കുന്നതാണ്. ചില പടങ്ങൾ അവരുടെ പേരിലങ്ങ് എടുക്കും. 5 പേർ ആക്റ്റീവാണ്. അവരെ 316 പേരെ ഭരിക്കാനാക്കണം എന്നാണ് സാന്ദ്ര മുഖ്യമന്ത്രിയോട് പറയുന്നത്. വനിതാ അംഗങ്ങളുടെ പ്രത്യേക മീറ്റിംഗ് വിളിച്ചില്ലേ എന്ന് സാന്ദ്ര പറയുന്നില്ല. പ്രത്യേക മീറ്റിംഗ് വിളിച്ചു പ്രൊഡ്യൂസേഴ്സ്. ഇത്രയും പേരെ ഉള്ളെങ്കിലും അവരെ വിളിച്ചു വരുത്തി. തുല്യവേതനം, ജൂനിയർ ആർട്ടിസ്റ്റ്, കഥ, സ്ത്രീ പ്രാതിനിധ്യം, കോമൺ കാരവാൻ, ഇതൊക്കെ ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. ഇപ്പോൾ ഈ ടോയ്ലറ്റും വന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ സിനിമ ഒരുപാട് മാറിയില്ല. 5 വർഷം മുമ്പാണ് ഹേമ കമ്മിറ്റി ഉണ്ടായിട്ട് 5 വർഷമായല്ലോ. 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നമായാലും ശരി, വേതനത്തിൻ്റെ പ്രശ്നമായാലും ശരി, അതിലെല്ലാം ചർച്ചകൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫോർത്ത് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ചാനലുണ്ടല്ലോ, യൂട്യൂബ് ചാനൽ. അവർ പറഞ്ഞത് ഹേമ കമ്മിറ്റിയെ പരിഹസിച്ച് നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റോറി ചെയ്തു. ഇവർ സ്റ്റോറികൾ ചെയ്യാൻ വേണ്ടി കിടന്ന് മത്സരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഹെഡിങ് ഇടുമല്ലോ. ഹേമ കമ്മിറ്റിയെ പരിഹസിച്ച് നിർമ്മാതാക്കൾ. മുഖ്യമന്ത്രി കൊടുക്കുന്ന കത്തിൽ പരിഹാസം എഴുതാനാകുമോ എന്നാണ് എന്നോട് ആ നിർമ്മാണ സംഘടനയുടെ ഒരു നേതാവ് ചോദിച്ചത്. അപ്പോൾ രമ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവുണ്ട്, തിരുവനന്തപുരത്തുകാരി. പിന്നെ സോഫിയ പോളുണ്ട്, നിർമ്മാതാവ്, ഇപ്പോൾ കേസിലൊക്കെ പെട്ടിരിക്കുന്നത്. സാന്ദ്ര തോമസ്, PV ഗംഗാധരൻ്റെ 3 മക്കൾ, ആലപ്പുഴക്കാരിയായ ഒരു ഷീല, പിന്നെ ഷീകല എന്ന് പറഞ്ഞ നിർമ്മാതാവുണ്ട്. ആ ഷീകലയെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് ജീവൻ നാസർ എന്ന് പറഞ്ഞ ആളിൻ്റെ ഭാര്യയാണ് ഷീകല. പക്ഷേ ഷീകലയ്ക്ക് നിർമ്മാണം അവരെ പേര് വയ്ക്കുന്നെങ്കിലും അവർക്ക് അംഗത്വം ഉണ്ടെങ്കിലും അവർ സിനിമ സെറ്റിലൊന്നും വരാറില്ല. ഈ സോഫിയ പോളിൻ്റെ കാര്യം പറഞ്ഞ ഒരു രസമാണ്. സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ചു. സ്ഥാനാർത്ഥിത്വം എല്ലാം ഒപ്പിട്ട് കൊടുത്ത ശേഷം പിന്നെ അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇലക്ഷന് സ്വന്തം സ്ഥാനാർത്ഥിയെ സ്വന്തം വോട്ട് ചെയ്യാൻ പോലും ഈ സ്ഥാനാർത്ഥി ചെന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ദയനീയമായി തോറ്റുപോയി. ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സാന്ദ്ര തോമസ് പറയുന്നത് സംഘടനകളുടെ എല്ലാം തലപ്പത്ത് സ്ത്രീകളെ കൊണ്ടുവരണമെന്ന്. സ്ത്രീകൾക്ക് ഭയമാണ്, പുറത്തേക്ക് വരില്ല എന്ന് ഉറപ്പുള്ളിടത്താണ് അവർ മനസ്സ് തുറന്ന് സംസാരിച്ചതെന്നാണ് സാന്ദ്ര പറയുന്നത്. ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പറയുകയാണ്. അവർക്ക് ഭയങ്കര ഭയമാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തു വരില്ല എന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഈ കമ്മിറ്റിയോട് സംസാരിച്ചത്. വ്യാജ പരാതി എങ്ങനെ പറയും, തെളിവ് എങ്ങനെ നിരത്തും, പവർ ഗ്രൂപ്പുണ്ട്. സാന്ദ്ര പറയുകയാണ്. അവർ സജീവമായി സിനിമ എടുക്കുന്നു. അവരെയാണ് സാന്ദ്ര സ്ഥിരമായി സിനിമ എടുക്കുന്നത്. ഒരു വർഷത്തിൽ 2-3 സിനിമ എടുക്കുമെങ്കിൽ അവൻ പവർ ഗ്രൂപ്പ് എന്നാണ് സാന്ദ്ര പറയുന്നത്. അവർക്ക് മാത്രം സിനിമ നിർമ്മിക്കാൻ പറ്റുന്നു. അവർക്ക് നിരവധി അവസരങ്ങൾ കിട്ടുന്നു. അതായത് നടീനടന്മാർ ഡേറ്റ് കൊടുക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. 9 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യാത്തവർ പോലും സിനിമയിലുണ്ട്, നടീനടന്മാരുടെ ലിസ്റ്റിലുണ്ടെന്നാണ് സാന്ദ്ര പറയുന്നത്. എല്ലാ സിനിമാ സംഘടനകളും വനിതകളെ കൊണ്ടുവരണം. പൂ കൊടുക്കാൻ പോലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഏതെങ്കിലും പരിപാടി നടക്കുമ്പോഴേ പൂ കൊടുക്കാൻ പോലും
ഒരു സ്ത്രീയെ സാന്ദ്രയെ പോലും വിളിക്കുന്നില്ല എന്നാണ് സാന്ദ്ര പറയുന്നത്. ചിരിച്ച് കാണിക്കുമെന്ന്, അല്ലാതെ പൂ കൊടുക്കാൻ വിളിക്കില്ല എന്നാണ് സാന്ദ്ര പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ WCC കേട്ട് കാണും. കാരണം സാന്ദ്ര പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ കേട്ട് കാണും. എന്തായാലും അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, മൊഴി നൽകിയവരുടെ പേരുകൾ ദയവായി പുറത്തുവിടരുത്, മുഖ്യമന്ത്രി അത് ശ്രദ്ധിക്കണം, പഠനമായാൽ പ്രൈവസി വേണം, CM തന്നെ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ ചെന്ന് മുഖ്യമന്ത്രി നോക്കാമെന്ന് ഉറപ്പും കൊടുത്തു. സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് അവരങ്ങ് പിരിഞ്ഞു. ഇതിൽ ഏറ്റവും രസം, ഞാൻ ഇന്നലെ നമ്മുടെ ഈ വർക്കൊക്കെ ചെയ്യുന്ന ന്യൂ TV റെക്കോർഡ്സ് ജോയി എന്ന് പറഞ്ഞ ആളുടെ അച്ഛൻ മരിച്ചു വർക്കലയിൽ. അപ്പം നിർമ്മാതാവ് സനൽ തോട്ടും ഞാനും കൂടി വർക്കല വരെ പോയി. അങ്ങോട്ട് ട്രെയിനിൽ ഇങ്ങോട്ട് ലോ ഫ്ലോർ ബസ്സിലുമാണ് വന്നത്. അപ്പോൾ സനൽ എനിക്ക് കേൾക്കാനായിട്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് നടക്കുന്ന കോലാഹലങ്ങളുടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കേൾക്കാനായിട്ട് എനിക്ക് സ്പീക്കർ കാതിൽ വെച്ചു. ഞാനതിൽ കേട്ടപ്പോൾ എനിക്ക് ചിരിച്ചു മണ്ണ് ബസ്സിയിരുന്നു. മീനു മുനീർ എന്ന് പറഞ്ഞ ഇപ്പോൾ മുകേഷിനെതിരെയൊക്കെ പരാതി കൊടുത്തിരിക്കുന്ന ആ സ്ത്രീയും റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുണില്ലേ, നമ്മുടെ ഡോക്ടർ അരുൺ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. സത്യത്തിൽ ഭയങ്കര മിടുക്കനാണ് അരുണെന്ന് തോന്നി. കാരണം എന്നെപ്പോലെ ചുരുക്കം പേരാണ് അരുണിൻ്റെ വലയിൽ വീഴാത്തത്. ഈ മീനു മുനീറിനെ അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മീനു മുനീർ പറഞ്ഞ മറുപടികൾ കേട്ടാൽ സത്യം പറഞ്ഞാൽ കോടതിക്ക് വേണമെങ്കിൽ സ്വയം കേസെടുക്കാം. അത്ര വങ്കത്തരങ്ങൾ അവർ സത്യസന്ധമായി തുറന്നു. എനിക്ക് പാവം തോന്നി ആ സ്ത്രീയോട്. അപ്പോൾ അവർ പറയുന്നത്, മുകേഷിന് ജാമ്യം കിട്ടി, സർക്കാർ അപ്പീൽ പോയില്ല, എനിക്ക് കോൺഫിഡൻസ് നഷ്ടമായി, സമൂഹ നന്മയ്ക്കാണ് ഞാൻ മുന്നിൽ നിന്നത്, ഈ മുകേഷിനെതിരെ ഞാൻ പോരാട്ടത്തിന് ഇറങ്ങിയത് സമൂഹ നന്മയ്ക്കെന്നാണ് അവർ പറയുന്നത്. 60 പെൺകുട്ടികൾ അടുത്ത ആഴ്ച മുകേഷിനെതിരെ മൊഴി കൊടുക്കും, ഞാൻ എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 60 പെൺകുട്ടികൾ. എനിക്ക് അതിശയം തോന്നുന്നു, ഇതെവിടെ നിന്ന് ഇവർ ഈ 60 പേരെ ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ചെടുത്തു എന്ന് എനിക്കറിയില്ല. SIT ഫ്രീ ആയിട്ട് വിട്ടു. അവർ ഫ്രീ ആയിട്ട് വിട്ടാൽ മാത്രമേ അവർ ഈ കേസ് കാര്യമായിട്ട് കൈകാര്യം ചെയ്യുള്ളൂ. ഫോണിൽ നിന്ന് എല്ലാം ഈ SIT-കാർ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞു. കമ്പ്യൂട്ടറിലുള്ളതെല്ലാം എടുത്തോണ്ട് പോയി, ലാപ്ടോപ്പിൽ നിന്നുമുള്ളത് എടുത്തു. പക്ഷേ അതൊന്നും എടുത്തതിൽ എനിക്ക് ഒന്നും പ്രശ്നമില്ല. പക്ഷേ മുകേഷിൻ്റെ ഫോണിൽ നിന്നോ മുകേഷിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഒന്നും എടുക്കാത്തതാണ് മീനു മുനീറിൻ്റെ പരാതി. എവിഡൻസ് എടുത്തതാണെങ്കിൽ എടുത്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നെ കേരളത്തിലെ ജനം അറിഞ്ഞത് മുഴുവൻ ഫേസ്ബുക്കിലൂടെയാണ്. ആ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മീനു മുനീർ പറയുന്നത്. ഹൈലി ഇൻഫ്ലുവൻസ് ആകാം, മേളിൽ നിന്നും ഭയങ്കരമായ പ്രഷർ ഈ പറയുന്ന SIT-ക്ക് ഉണ്ടെന്നാണ് മീനു മുനീർ പറയുന്നത്. അതുകൊണ്ടാണ് മുകേഷിന് ജാമ്യം കിട്ടിയത് എന്നാണ് അവർ പറയുന്നത്. സത്യത്തിലല്ല. കോടതിയിൽ മുകേഷിൻ്റെ വക്കീൽ കുറേ തെളിവുകൾ അങ്ങോട്ട് കൊടുത്തു. ഈ പറയുന്ന മീനു മുനീർ മുകേഷിന് ഫോണിൽ അയച്ച സന്ദേശങ്ങൾ എടുത്ത് അങ്ങോട്ട് ജഡ്ജിക്ക് വായിക്കാൻ കൊടുത്തു. ജഡ്ജി അതൊക്കെ വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ തല ചുറ്റി വീഴാത്ത നന്നായി. അദ്ദേഹം പറഞ്ഞു, ഇത് വെച്ചിട്ടാണോ കേസ് എന്ന് പറഞ്ഞിട്ട് മുകേഷിന് ജാമ്യം കൊടുത്തു. കാരണം മുകേഷിന് ജാമ്യം കിട്ടാനുള്ള എല്ലാ വകുപ്പും ഈ മീനു മുനീർ തന്നെ ഫോണിലൂടെ കൊടുത്തിരിക്കുകയാണ് തെളിവായിട്ട്. ഗുരുതരമായ ക്രൈം മുകേഷ് ചെയ്തിരിക്കുന്നു. കൊല്ലത്തുകാർക്ക് അയാളെ ഇഷ്ടമേ അല്ല, അതുകൊണ്ട് മാത്രമാണ് അയാളെ ജയിപ്പിച്ചത്. ഇപ്പം നിയമസഭ MLA ആയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കൊല്ലത്തുകാർക്ക് ഒരാൾക്കും ഇഷ്ടമല്ല എന്നാണ് മീനു മുനീർ പറയുന്നത്. മീനു മുനീർ മദ്രാസിലാണ് ജീവിതമെങ്കിലും കൊല്ലത്ത് പോയി എല്ലാവരുടെയും ചോദിച്ചു, വീട് വീടാന്തരക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് മുകേഷിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അയാൾ കൊല്ലത്തെ MLA ആയത്. വാട്സാപ്പ് ചാറ്റ് 2012 ഞങ്ങൾ തമ്മിൽ ഇടപാടുണ്ടായിരുന്നു എന്നും ഈ മൊട്ട അരുണിൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് മീനു മുനീർ മറുപടി പറഞ്ഞു. ഇടപാടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2009 ഞങ്ങളുടെ ഇടപാട് തുടങ്ങി. 2013 ഞാൻ കേരളത്തിൽ നിന്ന് മദ്രാസിലേക്ക് താമസം മാറ്റി. സിംഗിൾ പേരൻ്റ് അല്ലേ ഞാൻ, അതായത് അച്ഛനും അമ്മയ്ക്കും എല്ലാം കൂടെ ചേർത്ത് ഞാനേ ഉള്ളൂ എന്നാണ് പറയുന്നത് കുട്ടിയേക്ക്. സിംഗിൾ പേരൻറ്റ് എന്നാണ് അവരുടെ ഡയലോഗ്. പിള്ളേരെ സേഫാക്കണം. അതിനാൽ ഞാൻ 2012 കേസിന് പോയില്ല. മോളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി 25,000 രൂപ അദ്ദേഹത്തോട് ചോദിച്ചു. ആരോട്? മുകേഷിനോട് ചോദിച്ചു, ഹെൽപ്പായിട്ട് തരണം, സഹായത്തിനായിട്ട്. എന്നെ പീഡിപ്പിച്ചതല്ലേ, എന്നെ ക്രൂരമായി പീഡിപ്പിച്ചതുകൊണ്ട് എൻ്റെ മോൾക്ക് ഫീസ് അടയ്ക്കാൻ 25,000 രൂപ തരണം എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ തിരിച്ച് വളരെ ബോറായിട്ട് അയാൾ പറഞ്ഞു, സോറി ടൈറ്റാണ് ഞാൻ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. സാമ്പത്തികമായിട്ട് ഞാൻ ഭയങ്കര ടൈറ്റാണ്, ചായ വാങ്ങിച്ച് കുടിക്കാൻ പോലും കാശില്ല എന്ന്. ഭയങ്കര പിശുക്കനാണ് മുകേഷ്, അത് വേറൊരു സത്യം.
ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കക്ഷിക്ക് 1500 രൂപ കൊടുത്ത ഒരു കഥ തിരുവനന്തപുരത്ത് എല്ലാവരും പറഞ്ഞ് ചിരിക്കുന്ന കേൾക്കാം. സിനിമ നടനെ അല്ലേ എന്ന് പറഞ്ഞ് ചാടിച്ചിട്ട് 1500 രൂപ കൊടുത്തു എന്ന് പറയുന്നു. അത് പോട്ടെ. എനിക്കാണെങ്കിൽ ദാരിദ്ര്യം ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താ അറിയോ, സെർവൻ്റ് ഉണ്ട്. അപ്പോൾ സർവൻ്റ് എന്നാണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ എന്തോന്ന് വിചാരിക്കും. സെർവൻ്റ് ഉണ്ട് എനിക്ക്, കാറുണ്ട് എനിക്ക്, ഡ്രൈവറുണ്ട് എനിക്ക്, ഫ്ലാറ്റ് ഉണ്ട് എനിക്ക്. പക്ഷേ ഞാൻ സിംഗിൾ പേരൻ്റ് അല്ലേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടൈറ്റ് എന്നാണ് മീനു മുനീർ പറയുന്നത്. വാടക കൊടുക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം. 25,000 ചോദിച്ചത് തെറ്റാണോ? മൊട്ടയോട് ചോദിക്കണം, അരുണിനോട് ചോദിക്കണം, അരുണേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് വാടക കൊടുക്കണം, എനിക്ക് പിള്ളേരെ പഠിപ്പിക്കണം, എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം. അപ്പോൾ 25,000 രൂപ ചോദിച്ചത് തെറ്റാണോ എന്ന് ചോദിക്കും. അല്പം മുമ്പ് പറയുകയാണ് ഞാൻ 25,000 രൂപ എൻ്റെ മോളുടെ ഫീസ് അടയ്ക്കാനാണ് ചോദിച്ചതെന്നാണ് പറഞ്ഞത്. എന്നിട്ടോ എന്നെ അയാളുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി എന്നെ ദുരുപയോഗം ചെയ്തിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല. അതാണ് ഞാൻ അയാൾക്കെതിരെ നിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് ഞാൻ 25,000 രൂപ അല്ല, അവിടെ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ എന്താണ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ. ആ പൈസ ഇനി തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാലും മുകേഷ് കൊടുക്കില്ല, കാരണം പിശുക്കനായോട്ട്. അല്ലാതെ നിങ്ങൾ എൻ്റെ കൂടെ വന്ന് കിടന്നാൽ ഞാൻ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ മുകേഷിൻ്റെ കുടുംബസ്വത്ത് അല്ലല്ലോ അമ്മ. ഇപ്പോൾ ഇടവേള ബാബുവിനെ കുറിച്ച് പറയുന്നു. ബാബു ഏതൊക്കെയോ സ്ത്രീകളോട് പറഞ്ഞെന്ന്, എൻ്റെ കൂടെ വന്നാൽ ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഫ്ലാറ്റിൽ 2 ദിവസം താമസിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് തരാം. ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ ബാബുവിൻ്റെ കുടുംബ വീടിൻ്റെ പരിധിപ്പെടുന്ന അല്ലല്ലോ അമ്മ. അതിൽ തന്നെ ഇത് പൊളിഞ്ഞു പോകും. കാരണം ഒന്നുകിൽ അവിടെ അടയ്ക്കാനുള്ള ആ 1 ലക്ഷം രൂപ മെമ്പർഷിപ്പിന് 1 ലക്ഷം ആണെങ്കിൽ ആ 1 ലക്ഷം രൂപ ബാബു അടയ്ക്കണം, ഇല്ലെങ്കിൽ മുകേഷ് അടയ്ക്കണം, ഇല്ല എങ്കിൽ അപേക്ഷ ആരാണോ കൊടുക്കണം അവരടയ്ക്കണ്ടേ. ഇത്രയെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ പൈസ അടയ്ക്കാതെ ബാബു വിചാരിച്ചാൽ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടും, മുകേഷ് വിചാരിച്ചാൽ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടുമെന്ന് വിചാരിക്കുന്നതിനെക്കുറിച്ച് എന്ത് പറയാനെന്നേ. അവർ പറയാൻ മെമ്പർഷിപ്പൊന്നും തന്നില്ല, അയാൾ ടൈറ്റാണത്രേ. 2022 എൻ്റെ കസിൻ ബ്രദർ 1 ലക്ഷം ചോദിച്ചു, ഇവർ 25,000 ചോദിച്ചുള്ളൂ. ഇവരുടെ കസിൻ ബ്രദർ, അതായത് അവർ പറയുന്നത് ഉമ്മാടെ സഹോദരൻ്റെ മകൻ എന്ന് പറയുമ്പോൾ മുറച്ചെറുക്കനാണ്, മച്ചാൻ. അപ്പോൾ മച്ചാൻ കയറി ഫോൺ ചെയ്തു, 1 ലക്ഷം രൂപ ചോദിച്ചു. അപ്പോൾ ചോദിച്ച കഥ പറയുന്ന കേട്ടാൽ ചിരിച്ച് മണ്ണ് വെപ്പി പോകും. ഈ മച്ചാൻ മീനു മുനീറിൻ്റെ വീട്ടിൽ വന്നു. മീനു മുനീറിൻ്റെ വീട്ടിൽ വന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർ അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് മുകേഷിൻ്റെ സിനിമയാണ് ഈ മച്ചാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ചേച്ചാ ഇവൻ്റെ സിനിമ നീ കാണുന്നത്, അണച്ചു വയ്ക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചാൽ എന്ത്, എടാ ഇവ എന്നെ പീഡിപ്പിച്ചവനാണ്. ഈ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ, പോസ്റ്റർ അടിച്ചോണ്ട്. എന്നെ പീഡിപ്പിച്ചവനാണ്. നിന്നെ പീഡിപ്പിച്ച? ആ എന്നെ പീഡിപ്പിച്ചു. അപ്പം തന്നെ എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയി. സെർവൻറ്റ് മാത്രമേ അടുക്കളയിലുള്ളതുകൊണ്ട് സെർവൻറ്റിനെ സഹായിക്കാനായിട്ട് അടുക്കളയിൽ പോയി. അടുക്കളയിൽ പോയപ്പോൾ എന്ത് പറ്റി, യവൻ മീനു മുനീറിൻ്റെ ഫോൺ എടുത്ത് മുകേഷിനെ വിളിച്ചിട്ട് മലയാളത്തിലെ എന്തെല്ലാം തെറി വിളിക്കാമോ അത് മുഴുവൻ മുകേഷിനെ വിളിച്ചു എന്ന് അവർ തന്നെ പറയും. എനിക്ക് ചോദിക്കാനുള്ള, മുകേഷേ, ഓ മാധവൻ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യൻ്റെ മകനല്ലേ, വിജയലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞ വയോവൃദ്ധയായ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ മര്യാദ കാണിക്കേണ്ടേ മുകേഷ് എന്ന് ഞാൻ ചോദിക്കും. കാരണം ഏത് കോലം കിട്ടിയാലും ഒരു പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ അവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ വില കളയുന്നത് ശരിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. നിങ്ങളൊരു ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു നിയമസഭാ സാമാജികനെന്ന് പറയുന്നു, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയുന്നു, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ CPIയുടെ വലിയ പ്രവർത്തകനായിരുന്നു. അച്ഛൻ്റെ പാരമ്പര്യമെങ്കിലും നിങ്ങൾ ഓർക്കണ്ടായിരുന്നു. നിങ്ങളെ ആ ചാനലിലിരുന്ന് മൊട്ട അരുണിൻ്റെ അഭിമുഖത്തിൽ ഈ പറയുന്ന മീനു മുനീർ എന്ന് പറഞ്ഞ പെണ്ണ് വിളിക്കുന്ന തെറി കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നാണം കെട്ട വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അവൾ പറയുക, എൻ്റെ ഈ കസിൻ ബ്രദർ അവനെ മലയാളത്തിൽ വിളിക്കാനുള്ള ഏവനെ മുകേഷിനെ വിളിച്ച തെറി, ഇഷ്ടംപോലെ തെറി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അവൻ കൊല്ലത്ത് വരുമെന്ന് നിന്നെ കാണാൻ. എടാ മുകേഷേ, ഞാൻ വരുന്നുണ്ടാ കൊല്ലത്ത്, എടാ CBI എന്ന് പ്രതാപേന്ദ്രൻ വിളിച്ച പോലെ. നാണം വേണ്ടേ മുകേഷേ? ആത്മാഭിമാനം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ. കാരണം നിങ്ങൾ നല്ല ഹ്യൂമർ സെൻസുള്ള, നന്നായിട്ട് തമാശ പറയുന്ന, സ്ഥലകാല ബോധം മറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കഥകൾ മുകേഷ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധപ്പതിച്ച് പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു മുകേഷെ. തുറന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ആ ചെറുക്കൻ, ഏതൊരാളും അല്ലാതെ ചെറുക്കൻ, ഇവളുടെ മുറച്ചെറുക്കൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കസിൻ ബ്രദർ എന്ന് പറയുന്ന ആൾ മുട്ടം തെറി വിളിച്ചിട്ട് ഞാൻ എന്താ പറയുക, നിന്നെ കാണാൻ കൊല്ലത്ത് വരുന്നുണ്ടടാ എന്ന് പറഞ്ഞു. കൊല്ലത്ത് എന്നാൽ ഇടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുള്ളാരും വേറൊരു ഉറപ്പ്. അവിടെ പാർട്ടിക്കാരൊക്കെ ഉള്ളതല്ലേ. മുകേഷിൻ്റെ വീട്ടിൻ്റെ നടയിൽ എവിടെയെങ്കിലും ചെന്ന് 4 തെറി പറഞ്ഞാൽ നിന്നെ വളഞ്ഞിട്ട് ഇടിക്കും. അത് വേറൊരു സത്യം. അത് പോട്ടെ. അപ്പോൾ മൊട്ട അരുൺ ഇടയിൽ കയറി, അല്ല അപ്പോൾ ഈ നിങ്ങളുടെ കസിൻ ബ്രദർ മുകേഷിനെ ചീത്ത വിളിച്ചോ എന്ന് കേട്ടപ്പോൾ, ഈ വീട്ടിൽ ജോലിക്കുന്ന ആളിനെ പോലെയാണ് ഈ അവതാരകനായ ഡോക്ടർ അരുണിനെ മീനു മുനീർ വിളിക്കുകയാണ്. ഞാൻ പറയട്ടെ, നീ കേക്ക് നീ കേക്കെന്ന് പറയുമ്പോഴെങ്കിലും
അരുണിന് പോലെ ആത്മാഭിമാനം വേണ്ടേ? ആ ചാനലിൻ്റെ ഹെഡായ ഈ പ്രോഗ്രാമിൻ്റെ അവതാരകനായി എന്നെ നീ മറ്റവൻ മറിച്ചവൻ എന്ന് പറയരുതെന്ന് പറയണ്ടേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ സ്ത്രീയെ എന്ന് പറയണ്ടേ? അതിന് ഒരാൾ പറയണമെന്ന് ഞാൻ പറയട്ടെ കേക്ക് നീ ഒരു ലൈസൻസും ഇല്ല മീനു മുനീറിന്. കസിൻ ബ്രദർ 1 ലക്ഷം വേണമെന്ന് മെസ്സേജ് അയച്ചതിന് ഞാൻ എന്ത് വേണം എന്നാണ് ചോദിക്കുന്നത്. അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ അയച്ചില്ല എന്ന് വെച്ചോ, പക്ഷേ നിങ്ങളുടെ കസിൻ ബ്രദർ അയച്ചാലും നിങ്ങൾ അയച്ചെന്നല്ലേ വരൂ. അവർ പറയുന്ന അല്ല എന്നാണ് പറഞ്ഞത്. കാശ് ചോദിച്ചു, എൻ്റെ അക്കൗണ്ട് നമ്പരും അവൻ അയച്ചു കൊടുത്തു. ഈ അക്കൗണ്ട് നമ്പർ എന്തിനും നോട്ടീസ് അടിച്ച് നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തിരിക്കുകയാണ്. കസിൻ ബ്രദർ 1 ലക്ഷം രൂപ ചോദിച്ചിട്ട് ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചു തരാം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ അവൻ അയച്ചു കൊടുത്തു. ഇതൊക്കെ കോടതി വിലക്കെടുക്കുമോ? എൻ്റെ പൊന്നു മീനു മുനീറേ, നിങ്ങൾ തന്നെയാണ് മുകേഷിന് ജാമ്യം വാങ്ങിച്ചു കൊടുത്തതെന്ന് ഞാൻ പറയാം. അത് നന്നായി എന്ന് ഞാൻ പറയും. എൻ്റെ അക്കൗണ്ട് നമ്പരെല്ലാം അവൻ അറിയാമെന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥകളോടും പറയാനുള്ളത്, അങ്ങനെ ഒരു കസിൻ ഉണ്ടെങ്കിൽ, ഈ മീനു മുനീറിനൊരു കസിൻ ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് നല്ല 4 കൊടുത്താൽ, തത്ത പറയുമ്പോൾ അവൻ പറയും ഞാൻ അറിഞ്ഞിട്ടുമില്ല, ഞാൻ വിളിച്ചിട്ടുമില്ല, ഞാൻ അക്കൗണ്ട് നമ്പരും അയച്ചു കൊടുത്തിട്ടില്ല, ഇത് അയച്ചു കൊടുത്തതൊക്കെ ആ ഫോണിൻ്റെ ഉടമയാണെന്ന് അവൻ പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ പോലീസ് ചില നേരങ്ങളിൽ ചിലരോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ അവൻ പറയുന്നേ, കസിൻ ബ്രദർ വിളിച്ചു, കൊല്ലത്ത് വരാമടാ ഡാഷേ. അപ്പോൾ പുള്ളി പേടിച്ചു. ആര്? മുകേഷ് പേടിച്ചു എന്നാണ് അവർ പറയുന്നത്. എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞാണ് എന്നെ പീഡിപ്പിച്ചത്. എൻ്റെ അനുവാദമില്ലാതെ എന്നെ പീഡിപ്പിച്ചത് ഈ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നെങ്കിൽ അനുവാദമില്ലാതെ പീഡിപ്പിക്കാം. അനുവാദമില്ലാതെ പീഡിപ്പിക്കുകയും ചെയ്തു. മെമ്പർഷിപ്പ് കൊടുക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ബ്ലാക്ക് മെയിലിൻ്റെ ഡെഫിനിഷനിൽ വരുമോ എന്ന് മൊട്ട ചോദിക്കുന്നു. അല്ല, നിങ്ങളീ പറയുന്നതേ മീനു, നിങ്ങളീ പറയുന്നത് ബ്ലാക്ക് മെയിലിൻ്റെ ഡെഫിനിഷനിൽ വരുമോ എന്ന് ചോദിച്ചു. ഇല്ല, വരില്ല എന്ന് അവർ തീർത്തങ്ങ് പറഞ്ഞു. അവരാണ് തീരുമാനിക്കുന്നത് വരുമോ ഇല്ലേ എന്നുള്ളത്. ന്യൂ ഇയറിന് ഞാൻ ആശംസകൾ അയക്കാറുണ്ട് ആക്ക് പീഡിപ്പിച്ച ആളിന്. ഫീസിൻ്റെ കാര്യത്തിന് ഞാൻ സംസാരിച്ചു. എല്ലാവരെയും ഞാൻ ചേട്ടാ എന്ന് വിളിക്കും. അദ്ദേഹത്തെയും മുകേഷ് ഏട്ടാ എന്നാണ് വിളിക്കുന്നത്. എന്നെ പീഡിപ്പിച്ച എൻ്റെ പൊന്ന് മുകേഷ് ഏട്ടാ എന്നാണ് ഞാൻ വിളിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടാൽ, ഈ തെളിവുകളെല്ലാം കൂടെ ജഡ്ജി എന്ത് വിചാരിക്കും? നിങ്ങൾ ആലോചിച്ച്. ഒരു കൊച്ചു പുസ്തകം വായിച്ചാലും തോന്നിക്കാണും അദ്ദേഹത്തിന്. ഞാൻ എല്ലാവരെയും ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആർക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഉമ്മ ഇങ്ങനെ ഇടുമെന്നാണ് അവർ ആ ചാനലിലിരുന്ന് പറയാണ്. എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നു. ആര് ചോദിക്കും അവർക്കെല്ലാം ഉമ്മ. എന്നിട്ട് അവർ പറയല്ലേ ചുമ്മാ കൊടുക്കണമല്ലേ എന്നൊരു ഉമ്മ. മുകേഷിൻ്റെയൊക്കെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല ചായക്കടകളിൽ കയറി ചായ കുടിക്കാൻ പോലും അറിഞ്ഞാത്ത അത്രയും അതപ്പതിച്ചു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മുകേഷിനോട് പുച്ഛം തോന്നുന്നു. എന്തായാലും പീഡിപ്പിച്ചു. നയപരമായി നിന്നാൽ കേട്ടോളൂ, ഇതൊക്കെ കോടതി ചെന്നാൽ എന്താവും? കോടതി ചെന്ന് മുകേഷിന് ജാമ്യം കിട്ടിയത് ചുമ്മാ അല്ല, അവർ പറയുകയാണ് എന്തായാലും എന്നെ പീഡിപ്പിച്ചു. നയപരമായി നിന്നാൽ നാളെ എനിക്ക് ചിലപ്പോൾ ഫിലിം വരെ കിട്ടാം, വേഷങ്ങൾ കിട്ടാം. MLA സ്ഥാനത്തുള്ള ആളല്ലേ, മോനൊരു ജോലി ഒപ്പിക്കാമല്ലോ. ഫ്രണ്ട്ഷിപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. അതുകൊണ്ട് എന്നെ പീഡിപ്പിച്ചാൽ 10 പ്രാവശ്യം പീഡിപ്പിച്ചാലും കുഴപ്പമില്ല, 1001 വട്ടം പീഡിപ്പിച്ചാലും കുഴപ്പമില്ല. ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. കാരണം MLA ആയതുകൊണ്ട് എൻ്റെ മകനൊരു ജോലി ഒപ്പിക്കാമല്ലോ. അത് അല്ലെങ്കിൽ എനിക്ക് അയാൾ അഭിനയിക്കുന്ന അടുത്ത സിനിമകളിലൊക്കെ ഒരു വേഷം ഒപ്പിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പ്രേമവും സ്നേഹവും മണ്ണാങ്കട്ടയും ഒന്നുമല്ല. ഞാൻ അയാളുടെ ഇത്തരം വാക്കുകൾ ഉമ്മ എന്നൊക്കെ പറഞ്ഞത് പ്രേമവും സ്നേഹവും മണ്ണാങ്കട്ടയും ഒന്നുമല്ല. നയപരമായ ഇടപെടലായി നിങ്ങൾ കണക്കാക്കണം. മൊട്ടേറെ പറയാണ്, നിങ്ങളും കോടതിയൊക്കെ അത് നയപരമായി എടുക്കണം. അല്ലാതെ ഞാൻ ഉമ്മ വച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഉമ്മ എന്ന് അയച്ചാൽ അത് നയപരമായ ഒരു തീരുമാനമാണെന്ന് നിങ്ങൾ കണക്കാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ മൊട്ട വീണ്ടും ചോദിക്കുകയാണ്, സുഹൃത്തിനുമപ്പുറം ചില ഇൻറ്റിമേറ്റായ മെസ്സേജുകൾ മീനു അയച്ചിരുന്നോ? മുകേഷ് ഏട്ടാ, ഇതൊക്കെ കള. സരിത ചേച്ചിയുമായിട്ട് ഒരുമിച്ച് ജീവിക്ക്, 2 ആൺകുട്ടികളില്ലേ എന്നൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഇമെയിൽ ചെയ്തിരുന്നു. എനിക്കിതേ ഓർമ്മയുള്ളൂ, വേറെ എന്തൊക്കെ അയച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലാന്ന്. മുകേഷാണെങ്കിൽ ഇതെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് ഇതെന്തെങ്കിലും ഉപകരിക്കുമെന്ന് വിചാരിച്ചാണ് ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ടെന്ന് ജഡ്ജിക്ക് കൊടുത്തു. ജഡ്ജി ബോധം കെട്ട് വീണെന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ പിന്നെ സ്മൈലൊക്കെ അയച്ചിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ഈ സ്മൈൽ അയച്ചോന്ന് മുകേഷ് ഏട്ടന്. അപ്പോൾ മൊട്ട ചോദിക്കുകയാണ്, അരുണ് ചോദിക്കുകയാണ്, പ്രേമത്തിൻ്റെ സ്മൈലും ചുംബനത്തിൻ്റെ സ്മൈലും ഹാർട്ടിൻ്റെ സ്മൈലും അയച്ചിരുന്നോ? ഇതെല്ലാം കോടതി കൊടുത്തിരുന്നു എന്ന് അരുണിനറിയാമല്ലോ. അരുണ് ചോദിക്കുകയാണ്, എന്നാൽ ഈ പൊട്ടി ക്യാമറ ഓണാണ്, നമ്മളിങ്ങനെയൊക്കെ പറയാൻ പാടില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണ്ടേ.
പ്രേമത്തിൻ്റെ സ്മൈലും ചുംബനത്തിൻ്റെ സ്മൈലും ഹാർട്ടിൻ്റെ സ്മൈലും അയച്ചിരുന്നോ? എല്ലാവർക്കും ഞാൻ ചുംബനം അയക്കാറുണ്ട്. അത് സ്നേഹപ്രകടനമായി കണക്കാക്കണം. ചുംബനത്തെ പ്രേമമായോ കാമമായോ കാണരുത്. ആര് ചോദിച്ചാൽ ഞാൻ എന്ന് പറയും. പക്ഷെ അത് പ്രേമമോ കാമമോ അല്ല എന്നാണ് മീനു മുനീർ പറയുന്നത്. അപ്പം മുട്ട ചോദിച്ചു, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മീനു മുകേഷിന് ജാമ്യം കിട്ടിയത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ജഡ്ജി വായിച്ചപ്പോഴാണ് മീനു മുകേഷിന് ജാമ്യം കിട്ടിയത്. അപ്പം മീനുവിൻ്റെ മറുപടി മനസ്സിലായി. ഇത് കോർട്ട് അറിയുന്നില്ല. ഞാൻ എന്തിനാണ് ഈ ഉമ്മ അയച്ചതെന്ന് കോർട്ട് അറിയുന്നില്ല. വാട്സാപ്പിനാണ് കോർട്ട് മുൻതൂക്കം കൊടുത്തത്. ബ്ലാക്ക് മെയിലാണെങ്കിൽ മുകേഷ് ഏട്ടൻ എവിടെയുണ്ടോ, മുകേഷ് എന്ന് വിളിക്കുന്നില്ല കേട്ടോ, പാവ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. ബ്ലാക്ക് മെയിലാണെങ്കിൽ മുകേഷ് ഏട്ടൻ എവിടെയുണ്ടോ അവിടെ പോയി എനിക്ക് പ്രശ്നം ഉണ്ടാക്കാമായിരുന്നില്ലേ? ഒരു ചില്ലിക്കാശ് എനിക്ക് തന്നിട്ടില്ല. ഞാൻ സമൂഹത്തിന് വേണ്ടി, പെണ്ണിന് വേണ്ടി ഇനി ഇറങ്ങാൻ പോവുകയാണ്. 60 പെണ്ണുങ്ങളെയും കൊണ്ട് അടുത്ത ആഴ്ച മുകേഷിനെ ഉപയോഗിച്ച് 60 പെണ്ണുങ്ങളുടെ ലിസ്റ്റുമായിട്ടാണ് വരാൻ പോണതെന്ന്. ക്രൂരമായി പീഡിപ്പിച്ചതിന് ഒരു 25,000 തരാമായിരുന്നില്ലേ? വീണ്ടും ചോദിക്കുകയാണ്. എനിക്ക് മെമ്പർഷിപ്പ് തരാം, 1.5 ലക്ഷം രൂപ അമ്മയ്ക്ക് കൊടുക്കാനില്ലെങ്കിലും എൻ്റെ കൂടെ കിടന്നാൽ മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചു. ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ക്രൂരമായിട്ടും മൃദുവായിട്ടും എങ്ങനെ പീഡിപ്പിച്ചെന്ന് എനിക്കറിയില്ല, അത് എക്സ്പെർട്ടുകൾക്കേ അറിയാൻ പറ്റൂ. പക്ഷേ എനിക്കൊരു 25,000 തരാമായിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ മുട്ട ചോദിക്കുകയാണ്, ക്രൂരമായി പീഡിപ്പിച്ചവരോട് കാശ് ചോദിക്കാമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. മീനു അത് അറിയുന്നില്ല. ക്രൂരമായി നിങ്ങളെ പീഡിപ്പിച്ചുവെങ്കിൽ അതിന് 25,000 രൂപ ചോദിക്കാമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. 25,000 തന്നെങ്കിലും ഞാൻ പറയുമായിരുന്നു. കുടുംബത്തിൽ പിറന്നവരും എഡ്യൂക്കേറ്റഡ് ആയവരും എൻ്റെ കൂടെ നിൽക്കും. ഏത് 25,000 രൂപ തന്നാലും ഞാൻ മുകേഷിനെതിരെ പറയും. അപ്പോൾ കുടുംബത്തിൽ പിറന്ന നല്ല മാന്യരായ ആൾക്കാരും എഡ്യൂക്കേറ്റഡ് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ഒക്കെ എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത്. റിട്ടയേർഡ് ജഡ്ജി വരെ ഭയക്കുന്നു. ആര്? ഹേമ വരെ ഭയക്കുന്നു എന്നാണ് പറഞ്ഞത്. അതല്ലേ ഹേമ ഇതൊക്കെ പൂഴ്ത്തിയത്? എൻ്റെ ഫേസ്ബുക്കും പോയി എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് മുകേഷിനോട് പറയാനുള്ളത്, മുകേഷേ, ചെറുപ്പത്തിൽ ചിലപ്പോൾ വെകിളികളൊക്കെ കാണിക്കും. പക്ഷേ നമുക്ക് 10, 65, 70 വയസ്സാവാൻ പോകുന്നു. നിങ്ങളെല്ലാവരും മമ്മൂട്ടിയാവണ്ട, പക്ഷേ ഇരിക്കുന്ന പൊസിഷനുകൾ താങ്കൾ ഓർക്കണമായിരുന്നു. അത് സംഗീതനാട അക്കാദമി ചെയർമാനായാലും, കൊല്ലത്തിൻ്റെ നിയോജകമണ്ഡലം നിയമസഭാ MLA ആയാലും, ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് നിങ്ങൾ MP ആയിരുന്നു. നിങ്ങളുടെ അവസ്ഥ നോക്കിയേ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മീനുവിന് നിങ്ങളോട് വിരോധമൊന്നുമില്ല. ഞാനിപ്പോഴും മുകേഷ് ഏട്ടാ എന്നാണ് അവർ വിളിക്കുന്നതെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ലോക ലുബ്ധനാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ 25,000 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ വക്കീലന്മാർക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വന്നെ? ആ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാരുടെ വാഹനത്തിനെ വെട്ടിച്ച് പറക്കാനായിട്ട് നിങ്ങൾ എത്ര രൂപ ഡീസൽ ഉപയോഗിച്ചാണ് നിങ്ങളുടെ ആ കാറിൽ? ലക്ഷക്കണക്കിന് രൂപ ഇപ്പം തന്നെ ചിലവാക്കണം. അത് പോട്ടെ, നിങ്ങളുടെ ഒരു സീറ്റ് പോയി കിട്ടിയില്ലേ? ഇനി നിങ്ങളെ നിയമസഭയിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പോലും ഒരു വാർഡ് കൗൺസിലറായിട്ട് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തൂല്ലോ. എല്ലാം നശിപ്പിച്ചില്ലേ മുകേഷേ? ഒരു 25,000 രൂപ ഈ മീനുവിന് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ അമ്മയിലൊരു മെമ്പർഷിപ്പ്, നിങ്ങൾ മെമ്പർഷിപ്പ് ഒന്നും എടുത്ത് കൊടുക്കില്ല എന്ന് എനിക്കറിയാം. കാരണം 1.5 ലക്ഷം ചിലവാക്കണമെങ്കിൽ നിങ്ങൾ 7 ജന്മം കഴിയണം. കാരണം അത്ര പിശുക്കൻ, 6 പിശുക്കൻ. അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരത്ത് ഒരുത്തിക്ക് 1,500 രൂപയും കൊടുത്തിട്ട് അവളിങ്ങനെ നടക്കുമോ പറഞ്ഞുകൊണ്ട്? എല്ലാവരും പറഞ്ഞുകൊണ്ടൊക്കെയല്ലേ. ഞാൻ അവനെ കാണിച്ചു തരാം, നാളെ ഞാൻ പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് ഇതെല്ലാം കേട്ട് മുകേഷ് ഇത്രയും നിലവാരത്തിലില്ലാതെ പോയി എന്നൊക്കെയുള്ള കുണ്ഠിതമെല്ലാം എൻ്റെ മനസ്സിലിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യ മേതിൽ രാധിക, അയ്യോ പാവം കേട്ടോ, ആ സ്ത്രീ ഒരു ബൈറ്റ് കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടു. അവർ പറയുന്നത്, ഞാൻ ഭാര്യ എന്ന സ്ഥാനം ഒഴിഞ്ഞു. അവരൊരു എരുതിയിൽ നിന്ന് വറചട്ടി ചാടിയല്ലോ. ആദ്യ ഭർത്താവിൽ ഒരു നല്ല പൊന്നുപോലുള്ളൊരു ആൺകുഞ്ഞൊക്കെ ആയ ശേഷം അവർ ഈ മുകേഷിനെ എവിടെ വെച്ച് കണ്ട് ഏത് കഷ്ട സമയത്ത് പരിചയപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഭാര്യ എന്ന സ്ഥാനം ഒഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കും, വീടിൻ്റെ താഴത്തെ നിലയിൽ വന്ന് താമസിക്കുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലാവണില്ല, ഈ മുകേഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കോടതിയിൽ കേസ് കിടക്കുകയാണ്, ബന്ധപ്പെടുത്താനുള്ള 2 പേരും കൂടെ കേസ് കൊടുത്തിരിക്കുക. ആ കേസ് നടക്കുമ്പോഴും ഇയാൾ വന്ന് വീട്ടിൻ്റെ താഴത്തെ നിലയിൽ താമസിക്കുന്നു, അവർ മേളിൽ. കാരണം ഭാര്യയും ഭർത്താവും അല്ലല്ലോ. ഇപ്പോൾ 2021 ഞങ്ങൾ പിരിഞ്ഞു, കേസ് നടക്കുന്നുണ്ട്. അതേസമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ വരുന്ന ഒരാളിനെ, ശത്രുവിനെ പോലും വീട്ടിൽ വന്നാൽ അതിഥിയായി കാണണമെന്നാണല്ലോ, അതിഥി ദേവോഭവ എന്നല്ലേ. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. ഞാൻ അദ്ദേഹവുമായി ഇപ്പോഴും സൗഹൃദത്തിലാണ്. എനിക്ക് ശത്രുതയില്ല. എനിക്ക് കാര്യങ്ങൾ അവഗണിക്കാനുള്ള ആർട്ടറിയാം എന്നാണ് അവർ പറയുന്നത്. മീനുവിന് അറിയാത്തതും മേതിൽ ദേവിക്ക് അറിയാവുന്നതും അതാണ്. അവർ പറയുന്നത്, എനിക്ക് കാര്യങ്ങൾ
അവഗണിക്കാൻ, ഇഗ്നോർ ചെയ്ത് കളയാനുള്ള ആർട്ട് അറിയാം എന്നാണ് അവർ പറയുന്നത്. ഞാൻ ജീവിതത്തിൽ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചും എനിക്കറിയാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വന്ന ആരോപണത്തിൻ്റെ സത്യം എനിക്കറിയാം. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവിടെയാണ് മീനുവും ദേവികയും തമ്മിലുള്ള വ്യത്യാസം. കട്ട പുക കാണണമെന്ന് നടക്കുന്ന മീനുവും ബന്ധം നടത്താനുള്ള കേസ് കൊടുത്ത ശേഷം പോലും അയാളെ സ്നേഹിക്കുന്ന അവർ പറയാണ്, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആരോപണത്തിൻ്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും മേതിൽ ദേവിക പറയുന്നു. ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് നല്ല ശിക്ഷ കൊടുക്കണമെന്നാണ് ദേവിക പറയുന്നത്. ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമില്ല എങ്കിൽ വലിയ ശിക്ഷ ആരോപിക്കുന്നവർ ആൾക്ക് കൊടുക്കണം. അതായത് മീനുവിന് അടക്കമുള്ളവർക്ക് കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതാണെന്ന് തെളിയുകയാണെങ്കിൽ ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്നാണ് ദേവിക പറയുന്നത്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും കള്ള പരാതിയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്നാണ് ദേവിക പറയുന്നത്. വിവാഹ മോചന സമയത്ത് സരിത ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ പറഞ്ഞു. മേതിൽ ദേവിക അങ്ങനെയൊന്നും പറഞ്ഞില്ല. ബിജു മേനോൻ്റെ പുതിയ പടത്തിൽ ഈ പറയുന്ന ദേവിക നായികയായിട്ട് അഭിനയിക്കുകയാണ്. ഞാൻ ഇതിൽ കൂടെ പറയാമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മുകേഷിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മുകേഷ് ഈ മൊത്തം ചളകൊളമാക്കി നാറ്റി നിങ്ങളുടെ കരിയറിനെ. ഈ രണ്ടാൺകുട്ടികൾ വളർന്നു വരുന്നു എന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മേതിൽ ദേവിക എന്ന് പറയുന്ന പ്രശസ്തയായ നർത്തകിയെ രണ്ടാമത് കല്യാണം കഴിച്ച ആളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കുറച്ച് മാന്യനായി ജീവിക്കണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. പക്ഷേ എങ്കിലും ഞാൻ മുകേഷിനോട് പറയുന്നു, മുകേഷേ, നിങ്ങൾ ദേവികയുമായിട്ട് സംസാരിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്ക് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ലെന്നേ, നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് ആ വിവാഹമോചന കേസ് പിൻവലിച്ചിട്ട്, കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആ വിവാഹ കേസ് പിൻവലിച്ചിട്ട് സത്യസന്ധനായ ഒരു ഭർത്താവായിട്ട് ഇനിയെങ്കിലും നിങ്ങൾ ജീവിക്കാൻ പഠിക്കൂ. വേണമെങ്കിൽ ഞാനൊരു കഥ പറയാം. ഈ എണ്ണ ചേർക്കുന്ന അറിയാമല്ലോ, പശുക്കളെയും ആടിനെയൊക്കെ. ഈ ആടിന് പെണ്ണാടുകളെ കൊണ്ടുവന്ന് ആണാടുള്ള വീട്ടിൽ കൊണ്ടുവന്നാണല്ലോ എണ്ണ ചേർക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഈ ആണാടിന് പരുത്തിക്കുരു, പുണ്ണാക്ക്, പുളിയുടെ കുരു ഒക്കെ ഇട്ട് വേവിച്ച് അതിൽ മുട്ട, മീറ ഒക്കെ ചേർത്ത് എന്തൊക്കെയോ ആയുർവേദ മരുന്നുകളൊക്കെ ചേർത്ത് യവന് ലൈംഗിക ഉൽപ്പാദന ശേഷി കൂട്ടാനുള്ള എന്തൊക്കെ കൊടുത്തു നല്ല മുട്ട നാടാറ്റിൽ നിന്ന് നിർത്തിയിരിക്കുന്നത്. ഒരു പെണ്ണാടിനെ കൊണ്ടുവന്ന് എണ്ണ ചേർത്താൽ 100-150 രൂപ വാങ്ങും. ഒരു നാണക്കേടുമില്ല വീട്ടിൽ അത് നടത്തി കൊടുക്കാൻ. ചില വീടുകളിൽ അവിടെ ഇങ്ങനെ വളർത്തി നിർത്തിയിരിക്കും ആണിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഒരു ഇടിയിടിച്ചെന്ന് നമ്മൾ പഞ്ചറായി പോകും. അപ്പോൾ ദൂരെ നിന്നൊരു പെണ്ണാടിനെ കൊണ്ടുവരുമ്പോൾ ഇവൻ്റെ ഒരു ആവേശം കാണണം, കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ. അത് എന്നോടൊരാൾ പറഞ്ഞത് ഒരു 6-7 മാസം കഴിയുമ്പോഴേ അവൻ ഈ ഒരു ആഗ്രഹത്തിൻ്റെ ത്വര കുറയും. പിന്നെ അവൻ ഒരു അലസനാവും. ദൂരെ നിന്ന് വരണം, വരുമ്പോഴേ മനസ്സിൽ പറയും ശല്യം അതാവരുത്തി വരണം. രണ്ടുപേരും പിടിച്ചോണ്ട് വരെയായിരിക്കും പെണ്ണാടിന്. ഇതിങ്ങനെ ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും ഇവൻ്റെ മുഖത്ത് ചില ആക്ഷൻ വരുമെന്നാണ് പറഞ്ഞത്. ഈ ആണാടിൻ്റെ ഇങ്ങനെ ആക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ഒരു പണിയുമില്ലാതെ നമ്മളെ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഉള്ളൊരു ആക്ഷൻ കാണിക്കുമെന്ന് ആട്. കാരണം അവന് മടുത്തുപോയി എന്നാണ് പറഞ്ഞത്. അതുപോലെ ഞാൻ പറയുന്നത്, എന്നോട് മലയാള സിനിമയിലൊരു ചെറുപ്പക്കാരനായ നടൻ എന്നോട് പറഞ്ഞു, ചെറുപ്പക്കാരനായ ഒരു സംവിധായകൻ എന്നോട് പറഞ്ഞു. ചെറുപ്പക്കാരൻ എന്ന് പറയാക്കില്ല, എന്നോളം പ്രായം ഇപ്പോൾ ആയി കാണും, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ് ഞാൻ പറയുന്നത്. ആ നടനും പറഞ്ഞു, ഈ സംവിധായകനും എന്നോട് പറഞ്ഞു, ദിനേശേ, ഞാൻ ദിനേശിനെ പോലെ സത്യസന്ധമായി പെൺവിഷയത്തിൽ ആരെയും അവിടെ ദേഹത്ത് തൊടാതൊന്നും ജീവിച്ച ആളൊന്നുമില്ല. എനിക്കിഷ്ടം പോലെ പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഒരു അവസരം കൊടുക്കണമെങ്കിൽ എൻ്റെ കൂടെ കിടക്കുമെന്ന് പച്ചയ്ക്ക് ചോദിക്കുമായിരുന്നു ദിനേശേ. പക്ഷേ എനിക്കിപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ദിനേശേ ഞാനത് പൂർണ്ണമായി ഒഴിവാക്കി. ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ പോലും വിശ്വസിക്കില്ല ദിനേശേ. എനിക്ക് മടുത്തുപോയി. കാരണം 100 കണക്കിന് പേരുമായിട്ടുള്ള സഹവാസം കഴിഞ്ഞപ്പോൾ എനിക്കതങ്ങ് മടുത്തു. ഞാനിപ്പോൾ ഒരു അല്പം ആത്മീയ കാര്യങ്ങളിലാണ് ചിന്തിക്കുന്നതെന്ന് എന്നോടൊരു നടനും പറഞ്ഞു, യുവ നടനും പറഞ്ഞു, ഒരു സംവിധായകനും പറഞ്ഞു. അവർക്ക് മടുത്തുപോയി എന്ന്. ഞാൻ ഇങ്ങനെ അതിശയത്തോടെ ആലോചിച്ചു, ഇത്രയും പേരെ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെ ഇയാൾക്ക് ഇത്രയും പേരെ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ആലോചിച്ചു. എങ്കിൽ പോലും അവരത് മാറി. എനിക്ക് മുകേഷിനോടും അതാണ് പറയാനുള്ളത്. മുകേഷെ, മനുഷ്യരാകുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിരിക്കാം. ചെയ്തതെല്ലാം എന്താ പറയുക, കഴുകിക്കളഞ്ഞ് നിങ്ങൾ ഇനിയൊരു പുതിയ മനുഷ്യനാവാൻ ശ്രമിക്കുകയും ദേവികയോട് നിങ്ങൾ പറ,
അവരോട് പറ എനിക്ക് തെറ്റുകളെല്ലാം പറ്റി, ആ തെറ്റുകളെല്ലാം ഞാൻ തിരുത്തുന്നു, നമുക്കൊന്നിച്ച് ജീവിക്കാം. ഞാൻ ബന്ധം പുലർത്താൻ, നമ്മൾ തമ്മിൽ ബന്ധം പുലർത്താനുള്ള കേസ് കൊടുത്തിട്ട് പോലും ഞാൻ വന്ന് നിൻ്റെ വീട്ടിലെ താഴെ താമസിക്കുകയും എനിക്ക് ജാമ്യം കിട്ടിയപ്പോൾ നീ അത് നന്നായി എന്ന് സന്തോഷം തോന്നി എന്നൊക്കെ പറയുമ്പോൾ എന്നെ നീ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു. സത്യസന്ധനായ മനുഷ്യനായി ജീവിക്കാൻ വന്ന് ദേവികയ്ക്ക് വാക്ക് കൊടുത്തിട്ട് ഒന്നിച്ച് ജീവിക്കാൻ നോക്കും മുകേഷേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അങ്ങനെ മുകേഷ് വരികയാണെങ്കിൽ, മേതിൽ ദേവിക കറകളഞ്ഞ ഒരു കലാകാരിയാണെങ്കിൽ, മുകേഷിനെ 2 കൈ നീട്ടി സ്വീകരിച്ച് നന്നായി ജീവിക്കാൻ നിങ്ങളും തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. എന്തായാലും മീനു മുനീർ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇനി വിഷമങ്ങളൊക്കെ വരുമ്പോൾ ചിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോഴൊക്കെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും മനസ്സിനൊരു ഉല്ലാസം വരണമെങ്കിൽ ഞാൻ മീനു മുനീറിൻ്റെ ആ ഉണ്ട കണ്ണും അവർ മൊട്ട അരുണ്ണും കൊടുത്ത മറുപടികളും കേട്ട് ചിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കും ചിരിക്കണം. നമുക്കിതൊക്കെ ചിരിയോടെ അങ്ങ് അവസാനിപ്പിക്കാമെന്നേ. ആരോട് വാശി തീർക്കാൻ, ആരോട് പക കൊണ്ട് കിടക്കാൻ? മനുഷ്യരല്ലേ, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരും, അത് തിരുത്തമെന്നവനാണ് മനുഷ്യൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു പൊന്നോണം ആശംസിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 5-6 മണിക്കൂറുടെ കഴിഞ്ഞാൽ ഇലയിട്ട് സദ്യ ഉണ്ണാം. റെഡിമെയ്ഡ് ഇലയായാലും വേണ്ടില്ല, കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരിക്കുന്ന മലയാളി ആയാലും ശരി, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ സദ്യ ഉണ്ണുമ്പോൾ എന്നെ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ ചാനലിൽ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നവ്യമായ കളർഫുള്ളായ ഒരു ഓണാഘോഷം, ഓണവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.